ഒന്ന് ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി ഒരു കാര്യം പറയുന്നു. സിസ്റ്റർ, വി ഹാവ് ബീൻ സ്റ്റഡിങ് അബൌട്ട് ദി വൺ ടോപ്പിക് about the supernatural protection. Supernatural protection we have been studying. So I think we reached almost 15th part. ഞങ്ങൾ ഒരു 15 hour we completed. സോ നമ്മളൊരു 15 മണിക്കൂറെങ്കിലും ഓൾമോസ്റ്റ് അല്ലേ ആൻറ്റി, ഒരു 10-15 മണിക്കൂറെങ്കിലും ഞങ്ങൾ അല്ലെങ്കിൽ 10 hours എന്ന് വെച്ചു. വി ബീൻ കംപ്ലീറ്റഡ് ഓൾമോസ്റ്റ് 10 hour. സോ വി ആർ സ്റ്റഡിങ് അബൌട്ട് വൺ ടോപ്പിക് ഫ്രം ദി ബൈബിൾ ആൻഡ് വി ആർ പ്രേയിങ് ഫോർ ദാറ്റ് ടോപ്പിക് വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ബൈബിളിൽ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം നമ്മൾ പഠിക്കുക. നമ്മളൊക്കെ ആ മേടുകളിൽ കൂടെ അതിനകത്തൂടെയൊക്കെ അറിഞ്ഞും അറിയാതെയൊക്കെ ദൈവം നമ്മളെ കടത്തിക്കൊണ്ടുപോയി. ഇന്നും നമ്മൾ നിൽക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണ്. പക്ഷേ നമ്മളിത് മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിൽ ഒരു വളർച്ച ഉണ്ടാകത്തുള്ളൂ. സോ നമ്മൾ അതുകൊണ്ട് പഠിക്കുക. സിസ്റ്റർ, ഐ സ്പീക്ക് ഇൻ മലയാളം. ക്യാൻ യു ഏബിൾ ടു ഫോളോ ലിറ്റിൽ ബിറ്റ്? ഓക്കെ. സോ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കർത്താവ് നമ്മളെ ഓരോരുത്തരെ സഹായിക്കട്ടെ. നമ്മൾ പഠിക്കുന്നത് സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചിന്തിച്ചു. നോക്കി, ഇവിടെ എല്ലാം ചിന്തിച്ചു. ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ ഈ വാക്യങ്ങളെല്ലാം ചിന്തിച്ചു. നോക്കി, ഈ ഇവിടെയെല്ലാം നമ്മൾ ചിന്തിച്ചു. ഈ ഭാഗങ്ങളിലെല്ലാം നമ്മൾ ചിന്തിച്ചു. വി ഓൾമോസ്റ്റ് ഓൾ ദീസ് പോർഷൻസ് വർ കവേർഡ്. നമ്മൾ വെളിപ്പാട് പുസ്തകം വരെ ഉള്ളത് നമ്മൾ കവർ ചെയ്തു, നമ്മളത് ചിന്തിച്ചു അല്ലേ. നമ്മൾ കഴിഞ്ഞ ആഴ്ച സങ്കീർത്തനത്തിൽ നിന്നുള്ളത് അതിന് മുമ്പേ നമ്മൾ ചിന്തിച്ചു. സോ സങ്കീർത്തനത്തിൽ അനേക വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഇസ്രയേലിൻ്റെ ചരിത്രങ്ങൾ ഞാൻ ഇതിനകത്ത് ഏതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇസ്രയേലിൻ്റെ ചരിത്രങ്ങൾ ഞാൻ ഇതിനകത്ത് ഏതൊക്കെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു? പറഞ്ഞാട്ടെ. ഞാൻ 1918 ഈ കാര്യം പറഞ്ഞായിരുന്നല്ലോ. There God changes the path of our rocket in a mid-air, said a terrorist. ഞാൻ ഈ പോർഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അടുത്തത് 1973 ഒക്ടോബർ സിറിയ ബോർഡർ, ആ വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? 1973 ബോർഡറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അത് ഒരു കാറ്റ് എക്സ്പോസ് ചെയ്തത്, അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഓക്കെ. അടുത്തത് 1976 ജൂണിലെ ആ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? 1976 ജൂൺ എയർ ഫ്രാൻസിൻ്റെ പ്ലെയിന് ഹൈജാക്ക് ചെയ്തത്, അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തത് ഓപ്പറേഷൻ, അതിൻ്റെ പേരാണ് ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട്. നിങ്ങൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ എഴുതിയേക്കുന്ന ഈ ഭാഗം ഞാൻ അല്പകാര്യങ്ങൾ പറയാം. ഒരു പക്ഷേ നിങ്ങൾക്ക് വലുതായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും ഞാനത് അല്പകാര്യങ്ങളെ നിങ്ങളോടൊന്ന് പറഞ്ഞുതരാം. ഇസ്രയേലിൻ്റെ ലൈഫിൽ ഇപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് യോങ്കിപ്പൂർ വാർ എന്ന് പറഞ്ഞൊരു കാര്യം എഴുതിയിട്ടുണ്ട്. എന്തുവാണ് യോങ്കിപ്പൂർ വാർ? ഇത് ഞാനൊന്ന് പറയാൻ വേണ്ടി പോവാം. നമ്മൾ സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇസ്രയേൽ രാജ്യമായി തീരുന്നത്, ഇത് സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ്റെ നമ്മൾ അടുത്ത ഒരു കാര്യങ്ങളിലോട്ട് നമ്മളൊന്ന് കയറുക. ഞാനൊരു ബോർഡ് ഓപ്പൺ ചെയ്തോട്ടെ. ഓക്കെ. 1948 മെയ് മാസം 14 ഈവനിങ്ങിനാണ് ഇസ്രയേൽ രാജ്യമായി തീരുന്നത്. മെയ് മാസം 14 ആണ് ഇസ്രയേൽ രാജ്യമായി തീരുന്നത്. എന്നാ രാജ്യമായി തീരുന്നത്? 1948 മെയ് 14. നമുക്ക് എന്നാ ഇൻഡിപെൻഡൻസ് കിട്ടിയത്? 1947 ഓഗസ്റ്റ് 15. So I'm talking about the history of Jewish culture, not culture, Jewish history. So through that thing we can study lot of divine protection over the Israel. That's why they are sustaining now. അതുകൊണ്ട് അവർ നിൽക്കുന്നത്, ദൈവം അവരെ സൂക്ഷിച്ചത് കൊണ്ടാണ്. കാരണം ഇല്ലെങ്കിൽ അവരെന്നേ തകർന്നു പോയേനെ. കാരണം ദൈവം അവരെ സൂക്ഷിച്ചത് ഒരു രീതിയിലല്ല, പല വഴികളിൽ കൂടെയാണ്. ടെക്നോളജി വഴി ദൈവം അവരെ പ്രൊട്ടക്റ്റ് ചെയ്തു. അവരെ ഫിസിക്കലി ദൈവം അവരെ പ്രൊട്ടക്റ്റ് ചെയ്തു. സ്പിരിച്വലി ദൈവം അവരെ പ്രൊട്ടക്റ്റ് ചെയ്തു. ഒത്തിരി അളവിൽ ദൈവം അവരെ, അതുകൊണ്ടാണ് അവർ നിൽക്കുന്നത്. നോക്കി, അവർ രാജ്യമായി തീർന്നു. 1948 ഇവർ
രാജ്യമാകുമ്പോൾ ഇസ്രയേലിന് കിട്ടിയത് 55%, 55% ഇസ്രയേലായിട്ടും 44% പാലസ്തീനായിട്ടും ആര് മാറ്റിയെന്നറിയാമോ? UN തിരിച്ചു. 55% ആർക്ക് കൊടുത്തു? ഇസ്രയേലിന് കൊടുത്തു. 44% ആർക്ക് കൊടുത്തു? ഇത് ഇങ്ങനെ തിരിക്കാനുള്ളതിൻ്റെ കാരണം തുടങ്ങുന്നത് 1917 തുടങ്ങുന്നത്. 1970 നവംബർ തൊട്ട് തുടങ്ങുന്ന പ്രശ്നമാണ്. 1917 തൊട്ട്. 1917 ബ്രിട്ടൻ ഫസ്റ്റ് വേൾഡ് വാറോടുകൂടെ ഈ സ്ഥലത്തേക്ക് കയറി വന്നു. ഫസ്റ്റ് വേൾഡ് വാറോടുകൂടെ ഈ സ്ഥലത്തേക്ക് കയറി വന്നു. ഞാനിപ്പം ഇങ്ങനെ ഹിസ്റ്ററി പഠിപ്പിക്കാൻ പോയാൽ ഒത്തിരി സമയമെടുക്കും. പക്ഷേ ഇതിന് ഈ സമയത്താണ് ബാൽഫർ ഡിക്ലറേഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബാൽഫർ എന്ന് പറഞ്ഞൊരു ഡിക്ലറേഷൻ. അതേ ഒരാൾക്ക് വിളിക്കുന്ന പേരാ ജെയിംസ് ആർതർ ബാൽഫർ എന്ന് പറയുന്ന അന്നുണ്ടായിരുന്ന ഫോറിൻ മിനിസ്റ്ററുടെ പേരാത്. ജെയിംസ് ആർതർ ബാൽഫർ. അദ്ദേഹമാണ് ആദ്യമേ ഇവിടേക്ക് 1917 ബ്രിട്ടൻ ഫസ്റ്റ് വേൾഡ് വാറിൽ ഈ ഇസ്രയേൽ എന്ന് പറഞ്ഞ സ്ഥലത്തെ കോൺകർ ചെയ്തിട്ട് ഇംഗ്ലണ്ടിലെ ക്യൂവിന് ഒരു ലെറ്റർ എഴുതിയിട്ട് പറഞ്ഞു, ഈ സ്ഥലം നമ്മൾ ഇസ്രയേലിന് തിരിച്ചു കൊടുക്കണം, ഇത് ഇസ്രയേൽ ആക്കണം, പണ്ടത്തെ സ്ഥലമാണ്, ഇത് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഡിക്ലറേഷൻ നടന്നു. പക്ഷെ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്ത് ബ്രിട്ടൻ അത് ചെയ്തില്ല. പക്ഷെ ബ്രിട്ടൻ പ്രോമിസ് ചെയ്തു, ഞങ്ങളത് കൊടുത്തേക്കാം. സെക്കൻഡ് വേൾഡ് വാർ വന്നു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ സെക്കൻഡ് വേൾഡ് വാർ വന്നു. സെക്കൻഡ് വേൾഡ് വാർ കഴിയുന്ന എനിക്ക് തോന്നുന്നു 45 സെക്കൻഡ് വേൾഡ് വാർ കഴിയുന്നത്. അതങ്ങോട്ട് കഴിഞ്ഞ ഉടനെ 47 എത്തിയപ്പം UN എല്ലാം കൂടെ കൂടി വോട്ടിട്ടിട്ട് എത്ര % ഇസ്രയേലിന് കൊടുത്തു? 55 ഇസ്രയേലിനും 44 പാലസ്തീനായി. പക്ഷെ നിങ്ങൾക്ക് നോക്കിയ കണക്കിനകത്ത് ഒരു ചെറിയ വ്യത്യാസമില്ലേ? എത്ര വ്യത്യാസമുണ്ട്? 1%. വെരി ഗുഡ്. 1% എന്താ പറ്റിയെന്ന് അറിയാമോ? അത് ജെറുസലേം ആയിരുന്നു. ആ 1% UN കൺട്രോളിൽ വെച്ചു. കാരണം ഇവർ രണ്ടുപേരും വഴക്കുണ്ടാക്കണ്ട, അതുകൊണ്ട് UN കൺട്രോളിൽ വെച്ചു ഈ 1%. നിങ്ങൾക്ക് ഇത്രയും മനസ്സിലാവുന്നുണ്ടോ? ഇതങ്ങോട്ട് കഴിഞ്ഞു. ഇസ്രയേൽ ഇൻഡിപെൻഡൻസ് ആയി. ഇതായിരുന്നു അവരുടെ പാർട്ടീഷൻ പ്ലാൻ. ഇതിന് വിളിക്കുന്ന പേര് ദ പാർട്ടീഷൻ പ്ലാൻ ഓഫ് UN ഫോർ ദി ഇസ്രയേൽ. അതിന് വേണ്ടിയിട്ട് ഇതങ്ങോട്ട് കഴിഞ്ഞു. ഇൻഡിപെൻഡൻസ് കിട്ടി. ഇൻഡിപെൻഡൻസ് അങ്ങോട്ട് കിട്ടുകയും എന്ത് പറ്റിയെന്നറിയാമോ? അന്ന് രാത്രി 14-ാം തീയതി രാത്രി അല്ലെങ്കിൽ 15-ാം തീയതി തൊട്ട് വാർ തുടങ്ങി. ആരൊക്കെയാ വാറ്? 5 രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നു. 5 അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നു. ഞാൻ ഇസ്രയേലിൻ്റെ ഹിസ്റ്ററി പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയാം, ഇവർക്ക് ആകെപ്പാടെ 3-5 വിമാനമേ ഉള്ളൂ, ഫൈറ്റർ പ്ലെയിനേ ഉള്ളൂ ഇവർക്ക്. 3-5 വിമാനമേ ഉള്ളൂ ഇസ്രയേലിനാണ്. ഇസ്രയേൽ രാജ്യമായി അന്ന് രാത്രി അവരെ കൊന്നുകളയാൻ വരിക. അന്ന് രാത്രി എന്ന് വെച്ചാൽ ജനിച്ച അന്ന് രാത്രി തന്നെ അവരെ കൊന്നുകളയാൻ വരിക. വരുന്ന സമയത്ത് ഇവർക്ക് 2-3 വിമാനമേ ഉള്ളൂ. മറ്റവർക്കാണെങ്കിൽ 5 രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് ഇഷ്ടം പോലെ വിമാനമുണ്ട്. ഇസ്രയേൽ അന്ന് ഒറ്റ മണിക്കൂറും കൊണ്ട് അവർ പോയി എന്ത് പറ്റുന്നറിയാമോ? മൊത്തം 5 അറബ് രാജ്യങ്ങളുടെ കേന്ദ്രത്തെ അവർ അടിച്ചു തകർത്തു. ഞാൻ ചോദിച്ചോട്ടെ, ഇങ്ങനെ അടിച്ചു തകർക്കാൻ ഉള്ള ഗൈഡൻസ് എവിടെ നിന്ന് കിട്ടിയെന്നറിയാമോ? ആര് കൊടുത്തു എന്നറിയാം ഗൈഡൻസ്? പറഞ്ഞു, ദൈവം കൊടുത്തു. ഒരു വലിയൊരു വേർഡുണ്ട്. ദൈവമാണോ നിങ്ങളെ നട്ടത്? ദൈവമാണോ നിങ്ങളെ വിളിച്ചത്? ദൈവം നിങ്ങൾക്ക് പ്രൊട്ടക്ഷനായി തീരും കേട്ടോ. നിങ്ങളുടെ കുടുംബത്തെ ദൈവമാണോ വിളിച്ചത്? നിങ്ങളുടെ ജീവിതത്തെ ദൈവമാണോ വിളിച്ചത്? ആര് നിങ്ങൾക്ക് പ്രൊട്ടക്ഷനായി തീരും? ദൈവം നിങ്ങൾക്ക് കാവലായി തീരും. യുദ്ധം തുടങ്ങി. യുദ്ധം കഴിയുന്നത് 1949 49 എനിക്ക് തോന്നുന്നു 6 മാസം എടുത്തു. എത്രാന്ന് ഞാൻ ഓർക്കുന്നില്ല, മേ ബി ജാനുവരി ഫെബ്രുവരിയിലെങ്ങാണ്ട യുദ്ധം കഴിയുന്നത്. 49 യുദ്ധം കഴിയുന്നത്. യുദ്ധം കഴിഞ്ഞതോടുകൂടെ എന്ത് പറ്റിയെന്നറിയാമോ? യുദ്ധം കഴിഞ്ഞതോടുകൂടെ 77% ഇപ്പൊ ഇസ്രായേലായി തീർന്നു. എത്ര % ഇസ്രായേൽ പിടിച്ചു? 77% സ്ഥലം ഇസ്രായേൽ പിടിച്ചു. യുദ്ധം ഇസ്രായേലിന് എന്നും നല്ലതാണ്.
ബാക്കിയുള്ള ലോകരാജ്യങ്ങൾക്ക് മൊത്തം യുദ്ധം, തകർച്ചയും നഷ്ടവും. പക്ഷെ ഇസ്രായേലിന് എന്നും യുദ്ധം അനുഗ്രഹമാണ്. നിങ്ങൾ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ഓർത്തോ, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യുദ്ധം അനുഗ്രഹമായിരിക്കും. ഒരാമേൻ പറയാൻ പറ്റുമോ? പറഞ്ഞേ. യുദ്ധം നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. കാരണം ദൈവത്തിൻ്റെ ചില മെതേഡുകൾ നിങ്ങൾ അതിനകത്തൂടെ പഠിക്കണം. അപ്പോൾ 77% ഈ 77% കഴിഞ്ഞു. ഇതങ്ങോട്ട് കഴിഞ്ഞപ്പോൾ 49 ജയിച്ചു. ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് 1956 എത്തിയപ്പോൾ അടുത്ത പ്രശ്നം തുടങ്ങി. അത് കഴിഞ്ഞ് 1967 എത്തിയപ്പം അടുത്ത പ്രശ്നം. 67 എത്തിയപ്പോഴത്തേന് വിളിക്കുന്ന യുദ്ധത്തിന്റെ പേരാണ് 6 Day War. 6 Day War. ഇത് ഭയങ്കര മിലിറ്ററി ഹിസ്റ്ററിയിൽ ഭയങ്കരമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന, ഇന്നും ലോകരാജ്യങ്ങൾ 1967 ഇസ്രായേലിന്റെ യുദ്ധത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. പഠിച്ചു തീർന്നിട്ടില്ല, ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുക. ലോകരാജ്യങ്ങൾ മൊത്തം, എല്ലാ ലോകരാജ്യങ്ങളും ഡിക്ലെയർ ചെയ്യുന്ന ഇസ്രായേലിന്റെ വാറിനെ കുറിച്ചാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ കാർഗിൽ വാർ നടന്നു, അത് കഴിഞ്ഞു. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? കാർഗിൽ വാർ നടന്നു. ഉക്രൈൻ റഷ്യ വാർ ഇപ്പൊ ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല, ആരും പറയുന്നില്ല. പക്ഷെ ഇസ്രായേലിന്റെ വാർ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. അവരെങ്ങനെ സൂപ്പർ നാച്ചുറലി വിജയിക്കുന്നത്? എങ്ങനെ വിജയിക്കുന്നത്? ഇവരുടെ 6 Day War, ഈ 6 Day Warലും ദൈവം അവരെ സൂക്ഷിച്ചു. ഈ 6 Day War അതിനുശേഷം 1973 രണ്ടാമത് അടുത്ത പിന്നീട് യുദ്ധത്തിന് വരുന്നത്. ഇതിനിടയ്ക്ക് ഇടയ്ക്ക് സംഭവങ്ങളുണ്ട്. അതിന് വിളിക്കുന്ന പേരാണ് യോം കിപ്പൂർ. ഇതൊരു ഹീബ്രു വേർഡാ. യോം കിപ്പൂർ എന്ന് പറയുന്നത് ഒരു ഹീബ്രു വേർഡാ. യോം കിപ്പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡിന്റെ അർത്ഥം ഫീസ്റ്റ് ഓഫ് അറ്റോൺമെന്റ്, മഹാപാപ പരിഹാര ബലി. ആ യുദ്ധത്തിനിട്ടേക്കുന്ന പേരങ്ങനെ, യോം കിപ്പൂർ വാർ കേട്ടോ. ഇത് ഒരു ഭയങ്കര യുദ്ധമാണ്. ഇതിനകത്തും ദൈവം ഇവരെ പ്രൊട്ടക്ട് ചെയ്തു. ഞാൻ ഈ യോം കിപ്പൂർ വാറിന്റെ ഒരു ചരിത്രം പറയാൻ പോവാം. യോം കിപ്പൂർ വാറിന്റെ ചരിത്രം ഇതൊക്കെ നമ്മൾ ഹിസ്റ്ററിപരമായിട്ട് അങ്ങ് പഠിച്ചു പോകാമെങ്കിലുണ്ടല്ലോ, ഭയങ്കര ബ്ലെസ്സിങ് ആണ്. 6 Day വാറിൽ നമുക്ക് ഇതിലെ വരാം. 6 Day വാർ എന്ന് പറഞ്ഞാൽ എന്നാ പറഞ്ഞോ? 1967 വാർ. ഈ വാറിന് ഇസ്രായേൽ ചെന്നിട്ട് എന്തോ പറ്റുന്നറിയാമോ? ഇസ്രായേലിനെ എന്നും ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ് മിസ്രൈം എന്ന് പറഞ്ഞാൽ എവിടുന്ന തുടങ്ങിയെന്നറിയാം? മിസ്രൈം ആരുടെ മോനാണെന്നറിയാമോ? ആരുടെ മോനാ മിസ്രൈം? അല്ലല്ല, അബ്രഹാമിന്റെ മോനൊന്നും അല്ലേ മിസ്രൈം നോഹയുടെ മകനായ ഹാമിന്റെ സന്തതിയിൽപ്പെട്ടതാണ്. നോഹയുടെ സന്തതിയായ ഹാമിന്റെ വംശാവലിയിൽപ്പെടുന്ന ഹാം ശപിക്കപ്പെട്ടവനാണ്. നിങ്ങൾക്കറിയാമോ നോഹയ്ക്ക് എത്ര മക്കളുണ്ടായിരുന്നു? 3 മക്കൾ. വായിക്കാം, നമുക്ക് നോക്കാം, നോക്കിയിട്ട് വാ. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം നമ്മൾ പഠിച്ചായിരുന്നല്ലോ. ഈ ജീനിയോളജിക്ക് ബൈബിളിൽ ഭയങ്കര സാധനം ഉണ്ടെന്ന്. 1-ാം വാക്യം വായിച്ചേ. ഇനി 6-ാം വാക്യം വായിച്ചേ. ഹാമിന്റെ പുത്രന്മാർ കൂഷ് എന്ന് പറഞ്ഞ ആഫ്രിക്ക കേട്ടോ. കൂഷ് എന്ന് പറഞ്ഞ ആഫ്രിക്ക. അടുത്തത് ആഫ്രിക്കയിലെ ചില ഭാഗങ്ങൾക്ക് വിളിക്കുന്നവരാ കൂഷ്. അടുത്തത് മിസ്രയീം, പൂത്ത്, കനാൻ. കണ്ടോ, ഹാമിന്റെ സന്തതികൾ ആരാ? മിസ്രയീം, കൂഷ്, മിസ്രയീം, പൂത്ത്, കനാൻ. നോക്കിക്കേ. അപ്പം ശപിക്കപ്പെട്ടവന്റെ സന്തതിയിൽ നിന്ന് ആര് വന്നേ? മിസ്രയീം വന്ന്. കൂഷ് കണ്ടോ? ഈ ദൈവവചനം പഠിപ്പിക്കുന്നത് ചില്ലറ കാര്യങ്ങളൊന്നുമല്ല. ഇതിനകത്ത് ഭയങ്കര അർത്ഥം കിടക്കുക, ഭയങ്കര റൂട്ട് കിടക്കുക. പ്രത്യേകിച്ച് ജനറ്റിക് കാര്യങ്ങളെ പഠിക്കുമ്പം ഇന്ന് അതിൻ്റെ ജനറ്റിക്കിൻ്റെ എൻജിനീയറിങ്ങും അതും ഇതൊക്കെ ഉണ്ട്. ഒരു വ്യക്തിയുടെ ലൈഫിൻ്റെ അകത്ത് വന്ന ഒരു കേസാണ്. അവൻ ചെന്നടം പോലും ദേശം പോലും ശപിക്കപ്പെട്ടു പോയി.
അപ്പോൾ ഓക്കെ, നമുക്ക് മടങ്ങി വരാം. ഈ മിസ്രയീം എന്ന് പറഞ്ഞ സ്ഥലം, ഈ മിസ്രയീമിനകത്ത് ഇവരായിരുന്നു ഇസ്രയേലിനെ ഇവരെ അങ്ങ് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നത്. ഇവരെന്തെടുത്തോ ഇസ്രയേൽ എന്തെടുത്തോ അറിയാം, 6 Day വാറിന് ഇവർ പോയിട്ട് മിസ്രയീമിൻ്റെ സ്ഥലങ്ങൾ മൊത്തം പിടിച്ചെടുത്തു. മിസ്രയീമിൻ്റെ സ്ഥലങ്ങൾ നിങ്ങൾക്ക് മാപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും. സീനായി പെൻസുല എന്ന് പറയുന്ന ആ സ്ഥലങ്ങൾ മൊത്തം പിടിച്ചെടുത്തു. സീനായി പെൻസുല എന്ന സ്ഥലങ്ങളെല്ലാം പിടിച്ചെടുത്തു. ഇസ്രയേലിൻ്റെ ബൗണ്ടറിയിലുള്ളതല്ല. ഇസ്രയേൽ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ 2 ഇരട്ടി സ്ഥലമുണ്ട് അപ്പുറത്ത്, അത് മൊത്തം അവന്മാർ പിടിച്ചു. സീനായി പെൻസുല മനസ്സിലാകുന്നുള്ള, സീനായി പെൻസുല എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഓർക്കുന്നുണ്ടോ? സീനായി ഇസ്രയേൽ എന്ന് പറഞ്ഞ രാജ്യം വളരെ ചെറുതാ. ഇങ്ങനെ നീളത്തിൽ ഇരിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ എന്ന് പറഞ്ഞ രാജ്യം. ഇങ്ങനെ ഇരിക്കുന്ന ഒരു രാജ്യം ഇസ്രയേൽ വളരെ ചെറുതാ. ഇവിടെ ഇങ്ങനെ കൂർത്തായിരിക്കുന്നത്, ഇങ്ങനെ ഇരിക്കുന്നത് ഇസ്രയേൽ. ഇവിടെ മെഡിറ്ററേനിയൻ സീയാ. ഇതിൻ്റെ ഇവിടോട്ടാണ് എന്ത് വരുന്നറിയാം, ഈജിപ്റ്റ് വരുന്നത്. ഇങ്ങനെ ഈജിപ്റ്റ് ഇവിടെ വരും, ഇങ്ങനെ താഴോട്ട് ഈജിപ്റ്റ് വരും. ഈജിപ്റ്റിൻ്റെ ഒരു റിവർ ഇവിടെ വരുന്നുണ്ട്, നൈൽ റിവർ ഇവിടെ വരുന്നത്. എന്താ വരുന്നത്, ഇസ്രായേൽ എന്താ എടുത്ത് അറിയാം, ഇവര് യുദ്ധം നടന്നപ്പം എന്നും അവര് യുദ്ധം ചെയ്തു. പക്ഷേ ഇത്രയും സ്ഥലങ്ങൾ ഇങ്ങ് പിടിച്ചെടുത്തു. ഇസ്രായേൽ ഇങ്ങ് പിടിച്ചെടുത്തിട്ട് പറഞ്ഞു നിങ്ങൾക്ക് തരത്തില്ലെന്ന് പറഞ്ഞു. എന്നാ പിടിച്ചെടുത്തേ, 67 പിടിച്ചെടുത്തു. ഇത് മാത്രമല്ല, ഇസ്രായേലിന് ഇവിടെ കിടക്കുന്ന ലെബാനോന്റെ സ്ഥലം, ജോർഡന്റെ കുറെ സ്ഥലങ്ങൾ അങ്ങ് പിടിച്ചു ഇസ്രായേൽ. ഇവിടെയാണ് ജെറുസലേം വരുന്നത്. ഇവിടെയാ, ഈ സ്ഥലത്താണ് ജെറുസലേം വരുന്നത്. ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെയാ, ഗസ എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെയാ. ഞാൻ അടുത്ത ആഴ്ച മാപ്പ് ഓപ്പൺ ചെയ്ത് പഠിപ്പിക്കാം. ഈ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം പിടിപ്പിച്ചു. 1967 ഈ ടെമ്പിൾ മൗണ്ട് പിടിച്ചെടുക്കുന്നത്. 1967 എന്തെടുത്തറിയോ, ടെമ്പിൾ മൗണ്ടും പിടിച്ചെടുത്തു. ടെമ്പിൾ മൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തോന്ന് വല്ല മനസ്സിലാവുന്നുണ്ടോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇസ്രയേലിൻ്റെ യെരുശലേമിൻ്റെ പ്രധാനപ്പെട്ട ആലയം ഉണ്ടായിരുന്ന സ്ഥലം 67 3-ാം ദിവസം പിടിച്ചെടുത്തു. ഇതെല്ലാം പിടിച്ചെടുത്തു. ഈ സ്ഥലം കൂടെ പിടിച്ചെടുത്തു. ഇസ്രയേൽ ഇത് പിടിച്ചെടുത്ത് തിരിച്ചു തരത്തില്ലെന്ന് പറഞ്ഞു. കാരണം ഈ മിസ്രൈമായിരുന്നു, ഈജിപ്റ്റ് ആയിരുന്നു ഇവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നത്. ഈജിപ്തുകാർക്കങ്ങ് ഭയങ്കര വാശിയായി. ഇവരിങ്ങനെ നടക്കുക, എന്നെങ്കിലും ഇപ്പം അടിക്കാൻ പറ്റുന്നില്ല. കാരണം അടിച്ച് ഇവർ തകർത്ത് കളഞ്ഞു. 6 Day വാറിൻ്റെ അന്ന് അവർ 6 ദിവസം കൊണ്ട് അടിച്ച് ഈജിപ്റ്റിൻ്റെ നട്ടലൊടിച്ചു. ഈജിപ്റ്റിൻ്റെ എയർപോർട്ട് മൊത്തം തകർത്ത് കളഞ്ഞമാർ, ഭയങ്കരമായിട്ട് തകർത്ത് കളഞ്ഞു. എല്ലാം തകർത്ത് കളഞ്ഞു. ഇവർ അന്ന് തൊട്ട് നോക്കി നടക്കുന്ന സമയത്ത് 73 വന്നു. 73 വന്നപ്പം എന്തു പറ്റിയെന്നറിയാം, പല സമയം നോക്കി നടക്കുക. അന്നത്തെ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേരാണ് അബ്ദുൽ നാസർ എന്നോ മുഹമ്മദ് നാസർ എന്നങ്ങാണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഈജിപ്റ്റിൻ്റെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഈ പുള്ളി സിറിയ, ലെബാനോൻ, ജോർഡാൻ, ഈജിപ്റ്റ്, ഇങ്ങനെ കുറേ രാജ്യങ്ങളെയുമാർ ഒരുമിച്ച് കൂട്ടിയിട്ട് ഇവരെല്ലാം കൂടെ തീരുമാനിച്ചു ഇസ്രയേലിനെ ആക്രമിക്കാൻ. ഇവർ പല സമയത്തും ഇങ്ങനെ ചട്ടം കൂട്ടി വന്നുകൊണ്ടിരിക്കുക. ചട്ടം കൂട്ടി വന്ന് ഇവർ തീരുമാനിച്ചു ഒരു പർട്ടിക്കുലർ ദിവസം ഇസ്രായേലിനെ ആക്രമിക്കണം. പക്ഷെ ഇസ്രായേലിനെ ആക്രമിക്കാൻ അവർക്കറിയാം ഇവർ ഭയങ്കര ബുദ്ധിയുള്ളവരാണ്. ഇവർ ഭയങ്കരമായിട്ട് ഇവരെ ദൈവം സഹായിക്കും, ഇവർ കയറി അടിക്കും. അതുകൊണ്ട് എന്തെടുത്തെന്നറിയാം, ഇവർക്ക് ഭയങ്കര നാശനഷ്ടം വരുത്താൻ ഇന്ന് തെരഞ്ഞെടുത്തത് 1973 ഒക്ടോബർ 6 ആക്രമിക്കുക. എങ്ങനെയാണ് ഞാൻ ഈ ഡേറ്റ് പറയുന്നത്? കാരണം ഇവരുടെ ക്ലാസ്സുകളൊക്കെ ഞാൻ എടുക്കുന്നതാണ്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ്. ഒക്ടോബർ 6 എന്തോ നടക്കുന്നതെന്ന് അറിയാമോ? യോങ്കിപ്പൂർ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഫീസ്റ്റ് ഓഫ് അറ്റോൺമെന്റ്, മഹാപാപ പരിഹാര ബലി നടക്കാം. ഇനി അതിനകത്തൊരു മിസ്റ്ററി കിടപ്പുണ്ട്. മഹാപാപ പരിഹാര ബലി, യഹൂദന്റെ 3 ഫീസ്റ്റുകൾക്ക് യഹൂദൻ നിർബന്ധമായും എവിടെ വരണം? യെരുശലേമിൽ യഹോവയുടെ അടുക്കൽ വരണം, പള്ളിയിൽ വരണം. നിങ്ങളോട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു പുറപ്പാട് 34 ഓർക്കുന്നുണ്ട്? ഞാനത് പറഞ്ഞതാ. നിങ്ങളുടെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ എല്ലാം പഠിച്ച പോലെ. പക്ഷേ വന്നവർക്ക് ഓർമ്മയില്ലെന്ന് തോന്നുന്നു. ഓർക്കുന്നുണ്ടോ വിജിൻ? ഓർക്കുന്നുണ്ട്? പുറപ്പാട് 34 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംവത്സരത്തിൽ 3 പ്രാവശ്യം നിങ്ങളുടെ പുരുഷപ്രജയൊക്കെയും നിന്റെ ദൈവമായ യഹോവയെ ആരാധിക്കേണ്ടതിന് ഈ യെരുശലേമിൽ വരണം.
അന്ന് വരുന്ന അന്ന് പുരുഷന്മാരെല്ലാം എന്ന് പറഞ്ഞാൽ യുദ്ധസന്നദ്ധരായ പുരുഷന്മാർ മൊത്തം ഇങ്ങി പോരണം. അപ്പൊ നിങ്ങൾ പറ, യുദ്ധസന്നദ്ധരായ പുരുഷന്മാരെല്ലാം യോങ്കിപ്പൂരിന് അന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ 8 പോസ്റ്റുകളിലൊക്കെ ആരുണ്ട്? ഇവിടെ എല്ലാം 8 പോസ്റ്റുകളുണ്ട്, സെർച്ചിങ് പോസ്റ്റുകളുണ്ട്. ഇവിടെ എല്ലാം ആരുണ്ട്? ഇതുവഴിയാണ് സൂയസ് കനാൽ പോകുന്നത്. ഇതുവഴിയാണ് കണ്ട സൂയസ് കനാൽ പോകുന്നത്. ഇങ്ങനെ സൂയസ് കനാൽ പോകുന്നത്. സൂയസ് കനാലിന് അപ്പുറം വരെ ഇസ്രായേൽ പിടിച്ചെടുത്തു. സൂയസ് കനാൽ വരെ. ഈ 1956 ക്രൈസിസിന് വിളിക്കുന്ന പേര് സൂയസ് കനാൽ ക്രൈസിസ് എന്നാണ്. സൂയസ് കനാൽ ക്രൈസിസ് എന്ന്. അതാ ഇസ്രായേൽ 67 അവസരം കിട്ടിയപ്പോൾ അവർ ഇങ്ങ് പിടിച്ചെടുത്തത്. സൂയസ് കനാൽ അങ്ങ് പിടിച്ചെടുത്തു. ഇവിടെ എല്ലാം 8 പോസ്റ്റുകളുണ്ട്. ഇവിടുന്നുള്ള എല്ലാവരും, പുരുഷന്മാരെല്ലാവരും എവിടെ യുദ്ധത്തിന് എല്ലാവരും എവിടെ ചെന്നു? യെരുശലേമിൽ ദൈവത്തിൻ്റെ അടുക്ക വന്നു. അന്ന് വന്ന ഡേറ്റ് ഒക്ടോബർ 6 ആയിരുന്നു. ഒക്ടോബർ 6 ഈ സൈന്യത്തിൽ പട്ടാളക്കാർ മൊത്തം എവിടെ വന്നത്? യെരുശലേമിൽ വന്നു. അന്നേരമാണ് അബ്ദുൽ നാസറിന് തോന്നി, എടാ ഇപ്പം അവരുടെ പൈലറ്റുമാരില്ല, ബൗണ്ടറി പ്രൊട്ടക്റ്റഡ് അല്ല, സാറ്റലൈറ്റുകൾ പലതും ഒരു പക്ഷേ ഓഫായിരിക്കും, അല്ലെങ്കിൽ ചെക്കിങ് കാണത്തില്ല, എല്ലാം ചുമ്മാതിരിക്കുക, ഇപ്പം അവരെ കയറി ആക്രമിക്കാം. അബ്ദുൽ നാസർ ആദ്യം എന്തോ പറ്റുന്നറിയാമോ? ഒരു മുന്നറിയിപ്പും കൊടുക്കാതെ ഇവിടുത്തെ 8 പോസ്റ്റുകളെല്ലാം ആക്രമിച്ചു, ബോംബ് ചെയ്തു. ഇവിടെ എല്ലാം ബോംബ് ചെയ്ത് കഴിഞ്ഞപ്പം ഇസ്രായേൽ മക്കളെല്ലാം എവിടെയാ? യെരുശലേമിൽ പള്ളിയിലിരിക്കുക. പെട്ടെന്ന് ഇസ്രായേലിന് ഇൻഫർമേഷൻ കിട്ടി, ഈജിപ്റ്റ് കയറി നമ്മുടെ ബൗണ്ടറി കയറി ആക്രമിച്ചു. ഇവർക്ക് യാഗം നടത്തിയിട്ട് വേണം ഇവർ തിരിച്ചു പോകാൻ. ഇവർ യാഗം നടത്തിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ഈ യുദ്ധത്തിൻ്റെ ഇൻഫർമേഷൻ കിട്ടിയ ഉടനെ ഇവരെന്തോ എടുത്തറിയാം, ഇവരുടെ പൊളിറ്റിക്കൽ ആ കാര്യവും റിലീജിയനും കൂടെ ഒരുമിച്ചാണ്. നിങ്ങൾക്കതറിയാമല്ലോ, ഇവരുടെ പൊളിറ്റിക്കലും ഇവരുടെ റിലീജിയനും ഭയങ്കര കണക്റ്റഡാണ്. രണ്ടുപേരും രണ്ടായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇവർ രണ്ടും കണക്റ്റഡാണ്. പെട്ടെന്ന് ഇവരുടെ ആൾക്കാരെല്ലാം കൂടെ, മിലിറ്ററി ജനറൽമാരും ഇവരെല്ലാം കൂടി എന്തോ എടുത്തെന്നറിയാമോ? ഇവര് ഒരുമിച്ച് ഒരു മുറിക്കകത്ത് കയറി. പ്രാർത്ഥനയുടെ സമയമാണ്, അനുതാപത്തിന്റെ സമയമാണ്. യോങ്കിപ്പൂർ എന്ന സിസ്റ്റം നിങ്ങൾക്ക് അറിയാമോ? 10 ദിവസം ദൈവസന്നിധിയിൽ ക്ഷമ പറയുന്ന ദിവസമാണ്. 10 ദിവസം അനുതാപത്തിന്റെ സമയമാണ്. കാരണം ഇസ്രായേലിന്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കാൻ പോകുന്ന അന്നാ. അപ്പൊ ഇവർ അനുദപിക്കണം, ഏറ്റുപറയണം, ഇവർ വിട്ടുകളയണം, മാനസാന്തരപ്പെടണം, എല്ലാം കളയണം, അനുതാപം നടക്കുക. ആ സമയത്ത് എന്തു പറ്റുന്നറിയാമോ? ഇവർക്ക് യുദ്ധം വന്നു, ശത്രു ഇവരെ കയറി ആക്രമിച്ചു എന്ന് മനസ്സിലായ ഉടനെ ഇവരെല്ലാം കൂടി ഒരു മുറിക്കകത്തേക്ക് കയറി ഇവരെല്ലാം കൂടി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ അടുക്ക വന്നതാ. ബൈബിളിലെ പ്രമാണം അങ്ങനെ. അങ്ങയുടെ അടുക്കൽ വരുമ്പം എന്തു പറ്റുന്നറിയാമോ? അങ്ങ് ഞങ്ങളെ സഹായിക്കും. അങ്ങയുടെ അടുക്കൽ ഞങ്ങൾ വന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അങ്ങയുടെ അടുക്കൽ വന്ന് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം, ദൈവസന്നിധി കരഞ്ഞുകൊണ്ടിരിക്കും, അതൊരു മിലിറ്ററിയുടെ മുറിയായിരുന്നു. ഇവർ പ്രാർത്ഥിക്കാനും ഡിസ്കസ് ചെയ്യാനും കയറിയത് ഒരു മിലിറ്ററിയുടെ മുറിയിലാണ്. റബിമാരും പൊളിറ്റിക്കൽമാരും ജനറൽമാരും എല്ലാം കൂടെ കയറിയത്. പെട്ടെന്ന് ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം, നിങ്ങൾക്കറിയാം, അവർ യുദ്ധത്തിന് പോകുമ്പോൾ കാഹളമൂതും, യുദ്ധത്തിന് പോകുമ്പോൾ പാട്ട് പാടും. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾ മിണ്ടുന്നില്ല. യുദ്ധത്തിന് പോകുമ്പോൾ അവരെന്തോ എടുക്കും? കാഹളമൂതും. യുദ്ധത്തിന് പോകുമ്പോൾ അവർ പാട്ട് പാടും. അങ്ങനെ അവർ പാട്ടും ഒക്കെ അങ്ങനെ പോകുന്നു. അവരുടെ നമ്മളെ പോലല്ല. ഇവര് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു വലിയൊരു മാപ്പ് വെച്ചിട്ടുണ്ട്. അവർ കാണുക, ആ മാപ്പിൻ്റെ മുകളിൽ കൂടെ ഒരു കൈ യാത്ര ചെയ്യുന്നു. എന്തോ ഒരു കൈ യാത്ര ചെയ്യുന്ന പോലെ അവർ കാണുന്ന ആ കൈ വളഞ്ഞും തിരിഞ്ഞും പോയി ഒരു സ്ഥലത്ത് പോയി നിന്നു. പെട്ടെന്ന് ആ കയ്യിൽ നിന്നുകൊണ്ട് തീ വീഴുന്ന കാണുക. ആ തീ വീഴുന്ന കണ്ടു. എന്തുവാന്ന് അറിയത്തില്ല. പക്ഷെ പെട്ടെന്ന് ഒരു പട്ടാളക്കാരന് മനസ്സിലായി, ആ പോയിന്റും ആ പോയ റൂട്ടും ഒന്ന് മാർക്ക് ചെയ്യണം മാപ്പിൽ. ആ പോയ റൂട്ടും അങ്ങനെ പോയ സ്ഥലങ്ങളും ഒക്കെ മാർക്ക് ചെയ്ത് എന്തോ പറ്റുന്ന പറയാ, ഒരു സ്ഥലത്ത് ഒന്ന് അവിടെ നോട്ട് ചെയ്തു. രണ്ടാമത് അടുത്തൊരു പോയിന്റിൽ നിന്ന് തന്നെ അടുത്തൊരു കൈ ഉയർന്നു. അടുത്ത സ്ഥലത്തോട്ട് ചുറ്റിത്തിരിഞ്ഞു പോയി. ഒരു സ്ഥലത്ത് വന്നു, ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വന്നിട്ട് അവിടെ തീ വീഴുന്ന കണ്ടു, അവിടെ നോട്ട് ചെയ്തു. മൂന്നാമത്തെ ഒരു കൈ വന്നു, വേറെ സ്ഥലത്തുകൂടി ഇങ്ങനെ പോകുന്നത് കണ്ടു, ഏതോ ഒരു സ്ഥലത്ത് ചെന്നു, അവിടെ തീ വീഴുന്ന കണ്ടു, അവിടെ നോട്ട് ചെയ്തു.
ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഇവർ കാണും ഒരു കൈ വെളിപ്പെട്ടിട്ട് ഇങ്ങനെ 3 കാര്യങ്ങളെ ചെയ്തു. ആ പോയ റൂട്ട്, വളഞ്ഞും തിരിഞ്ഞും പോയ റൂട്ട് ഏതോ ഒരു പട്ടാളക്കാരെ മാർക്ക് ചെയ്യുകയും ചെയ്തു. ഇവർക്ക് മനസ്സിലായി, ദൈവം ഞങ്ങളോട് സംസാരിക്കുക. ഞങ്ങളുടെ പിതാക്കന്മാരോട് തൊട്ട് യുദ്ധത്തിൻ്റെ സ്ട്രാറ്റജി പറഞ്ഞു കൊടുത്തത് ആരാ? മനസ്സിലാവുന്നുണ്ടോ? ഞങ്ങളുടെ പിതാക്കന്മാരോട് തൊട്ട് യുദ്ധത്തിൻ്റെ സ്ട്രാറ്റജി പറഞ്ഞു കൊടുത്തത് ആരാ? ദൈവം. നിങ്ങൾ മുന്നിൽ പോകണം, യുദ്ധത്തിന് പോകണ്ട, നിങ്ങൾ പിന്നിൽ കൂടെ പോ. നിങ്ങൾ 2 കൂട്ടരായിട്ട് തിരി. നിങ്ങൾ 6 ദിവസം എരിഹോവനെ ചുറ്റ്, 7-ാം ദിവസം ഊത്. നിങ്ങളെ ഒളിത്താവളങ്ങൾ ഉണ്ടാക്ക്. ഇങ്ങനെ എല്ലാം സ്ട്രാറ്റജി പറഞ്ഞു കൊടുത്ത ആരാ? ദൈവം. ഇവർക്ക് മനസ്സിലായി, എടാ ഞങ്ങളുടെ മീതെ ഇന്നും ആ ദൈവമുണ്ട്. ഇവരെന്തോ എടുത്തറിയാം, ഇവരുടെ ഓർഡർ ഇട്ടു. പെട്ടെന്ന് മണിക്കൂറുകൾക്ക് ഓർഡർ ഇട്ടു. ഈ സമയത്ത് അബ്ദുൽ നാസർ പറഞ്ഞേക്കുക, വിത്തിൻ 48 hours we will washed out Israel from the face of the earth. എന്തോ അവർ പറഞ്ഞേക്കുന്ന വേർഡ്? വിത്തിൻ 48 hours അബ്ദുൽ നാസർ പ്രസ് മീറ്റിംഗ് കൂട്ടിയിട്ട് പറഞ്ഞ, വിത്തിൻ 48 hours എൻ്റെ പട്ടാളക്കാർക്കെല്ലാം കൂടെ ഒരു പിടി മണ്ണെടുക്കാൻ ഇസ്രയേലിലെ കാണത്തില്ല. അത്രേ ഉള്ളൂ. കാരണം ലക്ഷക്കണക്കിന് പട്ടാളക്കാരുണ്ട്, ഇസ്രയേലിന് അത്രയില്ല. മറ്റവർക്ക് എത്ര 5 രാജ്യങ്ങളും കൂടെ ചേർന്ന് എത്ര പട്ടാളക്കാരുണ്ട്? ലക്ഷക്കണക്കിന്. ഒരു പിടി മണ്ണെടുക്കാൻ കാണത്തില്ല. അവർ വിത്തിൻ 48 hours ഞങ്ങൾക്ക് മതി. We will wipe out Israel from the face of the earth. അന്ന് തുടങ്ങുന്ന 1967 തൊട്ടങ്ങാണ്ട് തുടങ്ങുന്ന സ്ലോഗനാണ് എന്തോന്നറിയാമോ? വാഷ്ഡ് ഔട്ട് ഇസ്രയേൽ, വാഷ്ഡ് ഔട്ട് ഇസ്രയേൽ. എന്തുകൊണ്ട് തുടങ്ങുന്നതാ? എനിക്ക് 67 വെച്ചു. വാഷ്ഡ് ഔട്ട് ഇസ്രയേൽ. ഇന്ന് യുദ്ധം ഉണ്ടാകുമ്പോൾ ഇതേ പൈശാചിക ശക്തികളും അവൻ്റെ ഏജന്റുമാരെല്ലാം കൂടെ വിളിച്ചു പോകുന്നത് എന്തോ വിളിച്ചു പോകുന്നത്. നിങ്ങൾ ആ സ്ലോഗൻ കേട്ടായിരുന്നോ? എന്തുവാ സ്ലോഗൻ? ഡു യു റിമെമ്പർ ദാറ്റ് സ്ലോഗൻ? ഇറ്റ് ഈസ് അവർ ഹമാസും ഹമാസ് തന്നെയല്ല, ലോകം മൊത്തമുള്ള അവൻ്റെ എല്ലാ ആൾക്കാരും കൂടെ പറയുന്ന വേർഡ് കേട്ടായിരുന്നു? ഫ്രീ ഫ്രീ പാലസ്തീൻ. അങ്ങനെ ട്യൂൺ കേട്ടായിരുന്നു? ഫ്രീ ഫ്രീ പാലസ്തീൻ. river to sea, free free Palestine. River to sea, free free. നിങ്ങൾ ഒരു ട്യൂൺ ഉണ്ട് അതിൻ്റെ ബാൻഡ് മേളവും അതിൻ്റെ മ്യൂസിക്കും ഉണ്ട്. അത് കേട്ടോണ്ടാ ഒത്തിരി അമേരിക്കൻസും ഇംഗ്ലണ്ടും കുറേ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഇതിനെ കയറി പിടിച്ചോണ്ട് ഫ്രീ ഫ്രീ പാലസ്തീൻ, റിവർ ടു സീ, ഫ്രീ ഫ്രീ എന്തോ പറഞ്ഞേക്കെന്ന് അറിയാം? റിവർ എന്ന് പറഞ്ഞാൽ ഇത് റിവറാ, ജോർഡൻ റിവർ. സീ എവിടാന്നറിയോ? ഇവിടെ സീ, ഇത് സീയാ, മെഡിറ്ററേനിയൻ സീ ഇവിടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരെ വാഷ്ഡ് ഔട്ട് ചെയ്ത് കടലിൽ കളഞ്ഞേക്കാൻ. റിവർ ടു സീ, വാഷ്ഡ് ഔട്ട് ഇസ്രയേൽ, റിവർ ടു സീ. അവരെ തകർത്ത് കളഞ്ഞേക്കാം. ഇതെന്ന് തുടങ്ങിയതാ? 67 തുടങ്ങിയതാ. ഈ കൈ കണ്ടു. അവർ തീരുമാനിച്ചു ഒന്നാമത്തെ വിമാനം ഉയരുക. ആ ട്രാക്ക് കാണിച്ചിടത്തൂടെ പോവുക. ആ വളഞ്ഞും തിരിഞ്ഞും പോയ ഒന്നാമത്തെ വിമാനം ഉയർന്നിട്ട് ആ ട്രാക്ക് കാണിച്ചിടത്തൂടെ പോയി. ആ ട്രാക്ക് കാണിച്ചെന്ന് വെച്ചാൽ ആ റൂട്ട് കാണിച്ചിടത്തൂടെ വളഞ്ഞും തിരിഞ്ഞും എല്ലാം പോയി. അത് താണ് പറന്നു. അത് എല്ലാം കാണിച്ചതുപോലെ കൈ പോയേക്കുന്ന പോലെ പോയി. ഒന്നാമത്തെ സ്ഥലത്ത് കൊണ്ടേ ബോംബ് ചെയ്തു. ഫസ്റ്റ് സ്ഥലത്ത് കൊണ്ടേ ബോംബ് ചെയ്ത് എന്തുവായി വളഞ്ഞു പോയെന്നറിയാമോ? ആ സ്ഥലത്തെ സാറ്റലൈറ്റുകൾ ഈ വിമാനത്തെ കാണാതെ ആ ട്രാൻസിഷൻ എന്തോ നടക്കുന്ന സ്പേസിൽ നടക്കുന്ന സമയമായിരുന്നു. വിമാനത്തെ സാറ്റലൈറ്റ് കാണാതെ വളഞ്ഞും തിരിഞ്ഞും പോയി ഒന്നാമത്തെ സ്ഥലത്ത് പോയി ബോംബ് ചെയ്തു. ആദ്യമേ 48 മണിക്കൂറിനകം എങ്ങനെ ഇവരെല്ലാം കൂടെ പട്ടാളക്കാരെല്ലാം കൂടെ കൂടി 5 രാജ്യങ്ങളുടെ പട്ടാളം എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് എങ്ങനെ ഇസ്രയേലിനെ നശിപ്പിക്കുമെന്ന് ആലോചന കൂടിയേക്കോ. പെട്ടെന്ന് ആ ബിൽഡിങ്ങിന്റെ മുകളിലാണ് പോയി ഇസ്രയേൽ ബോംബ് ചെയ്ത്. 48 മണിക്കൂറിനാണ് ഇസ്രയേലിനെ വൈപ്പൗട്ട് ചെയ്യുന്നു പറഞ്ഞല്ലോ. എല്ലാ രാജ്യങ്ങളുടെ ജനറൽമാർ ഒരുമിച്ച് ചേർന്നേക്കുക, മിലിറ്ററി മൊത്തം ഒരുമിച്ച് ചേർന്നേക്കുക, ഇന്റലിജന്റ് ഒരുമിച്ച് ചേർന്നിട്ട് എങ്ങനെ ഇസ്രയേലിനെ 48 മണിക്കൂറിനകം
തകർത്ത് കളയാവുന്നുള്ള ഒരുമിച്ചുള്ള പ്ലാനിങ് നടക്കുക. എന്നിട്ട് അവരവരുടെ പ്ലെയിൻ പെട്ടെന്ന് പോവുക. ഇത് പോയി രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇസ്രായേലിനെ തകർക്കുക. അതിൻ്റെ മീതെ ഒന്നാമത്തെ ബോംബ്. രണ്ടാമത്തെ ബോംബ് ഉയർന്നത് ഇവരുടെ എന്തൊക്കെ വെപ്പണുകൾ ഉണ്ടായിരുന്നോ, ഇൻ്റലിജൻറ്റ്, ഇവരുടെ ഏറ്റവും സീക്രട്ട് വെപ്പണുകൾ ഉണ്ടായിരുന്നോ, അവിടോട്ടാണ് പോയത്. അത് ഒളിച്ചു വെച്ചേക്കുന്ന താവളത്തിലോട്ട് പോയി ഒരൊറ്റ ബോംബ് ചെയ്തു. രണ്ടാമത്തെ അവരുടെ മെയിൻ മിലിറ്ററി ഇൻ്റലിജൻസ് മൊത്തം തകർത്തു. മൂന്നാമത്തേത് അവരുടെ മൊത്തം കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം തകർത്തു. മൊത്തം കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഇതൊക്കെ സീക്രട്ടാ. ആര് വെളിപ്പെടുത്തി കൊടുത്തു? മൊത്തം അടിച്ചു കളഞ്ഞു. 48 മണിക്കൂർ എത്തുന്നതിനകം നാസർ രാജിവെച്ചു. നാസർ പറഞ്ഞു, ഞങ്ങൾ കീഴടങ്ങി, ഞങ്ങൾ തകർന്നു, ഞങ്ങൾക്ക് കഴിയത്തില്ല. ഇത്രയും സീക്രട്ടായിട്ട് ഒപ്പിച്ചു വെച്ചത് ആര് പറഞ്ഞു കൊടുത്തു? നിങ്ങൾ നോക്കിക്കേ, 1973 എന്നാ അവരെ ആക്രമിക്കാൻ വന്നത്? യോം കിപ്പൂരിൻ്റെ അന്ന്. ആ ഇസ്രയേൽ ആ യുദ്ധത്തിന് പേരിട്ടു യോം കിപ്പൂർ വാർ. ചരിത്രത്തിൽ ലിപികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാറാണ്. 6 Day വാറും ഇതല്ല, എല്ലാ വാറും ചരിത്ര ലിപികളിൽ രേഖപ്പെടുത്തിയേക്കുന്ന. ഇസ്രയേൽ യുദ്ധത്തിൽ ജയിച്ചു. ഇസ്രയേൽ ഒരു കാര്യം തീരുമാനിച്ചു. എന്തോ തീരുമാനിച്ചെന്ന് അറിയാമോ? ഇസ്രയേൽ തീരുമാനിച്ചു, ഞങ്ങൾ ഈ പിടിച്ചെടുത്ത സ്ഥലമുണ്ടല്ലോ, നിങ്ങളെ വരച്ച് കാണിച്ചായിരുന്നല്ലോ, 67 ഇസ്രയേലിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഥലം, ആ സ്ഥലം അത് തിരിച്ചു പിടിക്കാൻ വന്നത് 73. അതിനുവേണ്ടി അവർ തിരിച്ചു പിടിക്കാൻ വന്ന ഇസ്രയേൽ ആ സ്ഥലങ്ങളെല്ലാം അങ്ങ് തിരിച്ച് അവർക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഒരു കരാർ ഇട്ടിട്ട് പറഞ്ഞു, ഇനി മേലി നിങ്ങൾ ഞങ്ങളോട് വഴക്കിന് വരാതെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഞങ്ങൾ തിരിച്ചു തരാം. നിങ്ങൾ വായിച്ചു നോക്കിയോ, October 1973 fought from 6 to 26 October 1973 by coalition of Arab states led by back in 6 Day War 1967. നോക്കിയേ, സർപ്രൈസ് അറ്റാക്ക്, ജൂയിഷ് ഹോളിഡേ ഓഫ്, വായിക്കാൻ പറ്റുന്നുണ്ടോ? യോം കിപ്പൂർ. ഈജിപ്റ്റ് ആൻഡ് സിറിയ ക്രോസ് ദി സീസ്ഫയർ ലൈൻസ്, ദ സിനായ് ആൻഡ് ഗോളൻ ഹൈറ്റ്സ്. ഗോളൻ ഹൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അങ്ങേ സൈഡിൽ നിന്ന് ജോർഡൻ ക്രോസ് ചെയ്തു, സിറിയ ക്രോസ് ചെയ്തു, ഇപ്പുറത്തുനിന്ന് ഈജിപ്റ്റ് ക്രോസ് ചെയ്തു. നോക്കിയേ, respectively. Eventually, Arab forces were defeated by Israel, were the significant territory changes. നോക്കി, എൻ്റെ ഗൂഗിളിന് എവിടെ നിന്ന് എടുത്തതെന്നുള്ള എൻ്റെ ഓതൻറ്റിക്കേഷന്. 6-ാം തീയതി തൊട്ടാണ് യുദ്ധം തുടങ്ങുന്നത്. 6 തൊട്ട് 26 വരെ അടിച്ച് തകർത്തു. 48 മണിക്കൂർ കൊണ്ട് അവരെ തോപ്പിച്ചു കഴിഞ്ഞു. 48 മണിക്കൂർ കൊണ്ട് അടിച്ച് തകർത്തു കഴിഞ്ഞു. ഇതങ്ങോട്ട് കഴിഞ്ഞു. ഇസ്രായേൽ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഞങ്ങളോട് ഇനിയും വഴക്കിന് വരാതിരിക്കാൻ ഞങ്ങൾ നിങ്ങളുടെ പിടിച്ചെടുത്ത സ്ഥലം അങ്ങ് തരാം, ഈ മേല് ഞങ്ങളുടെ. അവർ ഭയങ്കര അവരുടെ ലാൻഡ് മാത്രം അവർക്ക് മതി. അവർക്ക് വരുന്ന ഞങ്ങളുടെ ലാൻഡ് മതി, ഞങ്ങൾക്ക് ദൈവം തന്നേക്കുന്ന ഞങ്ങളുടെ ബൗണ്ടറി മതി. നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ അങ്ങോട്ട് വന്ന് പിടിച്ചെടുക്കത്തില്ല, ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ യുദ്ധം ചെയ്ത് ഉള്ളതും കൂടെ പിടിച്ചെടുക്കും, പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് വരത്തില്ല. ഞാൻ അടുത്തൊരു കാര്യം കൂടെ പറയട്ടെ. ഒന്നാമത്തെ കാര്യം, ആ വെളിപ്പെട്ട കൈ പോലെ പറഞ്ഞു, ടെക്നിക്കലി മിലിറ്ററി സിസ്റ്റത്തിൽ കൂടെ ദൈവം ഇസ്രയേലിനെ പ്രൊട്ടക്റ്റ് ചെയ്തതുകൊണ്ടാണ് അവരിന്ന് നിൽക്കുന്നത്. ദൈവം കൂടില്ലെങ്കിൽ യാതൊന്നുമേ നടക്കത്തില്ല. ദൈവം കൂടില്ലെങ്കിൽ. അടുത്തത്, ഇത് തിരിച്ചു കൊടുത്തു. ഈ സ്ഥലം, പിടിച്ചെടുത്ത സ്ഥലം തിരിച്ചു കൊടുത്തത് October 6-ന് ശേഷം. ഞാനത് പിന്നീട് ജൂബിലി ഇയറിനെ കുറിച്ച് പഠിപ്പിക്കുമ്പം ഞാൻ പറയാം. നിങ്ങൾക്കിത് മനസ്സിലായോ? ഇത്രയും ഇസ്രായേലിൻ്റെ ചരിത്രങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു കേട്ടോ. ഇസ്രായേലിൻ്റെ ചരിത്രം ചുരുക്കമായിട്ട് പറഞ്ഞു. ഇവിടെയെല്ലാം ഇത്രയൊന്നും അല്ല, ഇവിടെയെല്ലാം ഞാൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ഓരോ വീഡിയോകൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നടന്നത്, ഇസ്രായേലിന് നേരെ ഒത്തിരി മിസൈൽ വന്നു. പല മിസൈലിനെയും ആകാശത്ത് വെച്ച് കരിച്ചു കളഞ്ഞു. പല മിസൈലുകളും താഴെ വീണു. കാരണം ഇസ്രായേൽ എന്ന് പറയുന്നുണ്ട്, ഞങ്ങളുടെ അയൺ ഡൂമിന് 80% ആക്യുറസി ഉള്ളൂ. 80% കാര്യത്തെ കത്തിച്ച് കളയും, 20% എങ്കിലും താഴെ വീഴും, പ്രശ്നം ഉണ്ടാവും.
ഇപ്പം അവര് അങ്ങനെ വിട്ട മിസൈല് ഒത്തിരി എണ്ണം ദൈവം കടലിൽ കൊണ്ടുപോയി കളഞ്ഞു. കൂട്ടമായിട്ട് കടലിൽ മിസൈൽ വന്ന് വീഴുന്ന വീഡിയോ എൻ്റെ ഉണ്ട്. കൂട്ടമായിട്ട് കടലിൽ പോയി മിസൈൽ വീഴുന്ന ഇപ്പോഴത്തെ യുദ്ധത്തിൽ ദൈവം ഇസ്രയേലിനെ പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ ഇസ്രയേല് കാണത്തില്ല. നിങ്ങൾ പറ, ദൈവം നമ്മളെ പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ കാണുമോ? ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. വീഡിയോ ഒക്കെയാണ്, ഇതൊക്കെ നിങ്ങളോടെല്ലാം പറഞ്ഞു കഴിഞ്ഞതാണ്. ഓക്കെ, ഇസ്രയേലിനെ പ്രൊട്ടക്ട് ചെയ്തു. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളിലേക്ക് കയറുക. ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ നമ്മുടെ ലൈഫ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു സർവായുധ വർഗം ധരിക്കണം. ഓർക്കുന്നുണ്ടോ? സർവായുധ വർഗം ധരിക്കണം. എന്തുവാണ്? ഒന്നാമത്തെ രക്ഷ എന്ന ശിരസ്ത്രം, അടുത്തത് നീതി എന്ന കവചം, അടുത്തത് സത്യം എന്ന ബെൽറ്റ്, അടുത്തത് സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിച്ചെരുപ്പാക്കണം, അടുത്തത് വിശ്വാസം എന്ന പരിച, വചനമെന്ന ആത്മാവിൻ്റെ വാൾ. ഒരു ദൈവ പൈതൽ എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. ബൈബിളിൽ 2 വേർഡ് പറയുന്നുണ്ട്. സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാൻ കഴിയേണ്ടതിന്. ഞാൻ ഇന്ന് കഴിഞ്ഞ ആഴ്ച വേർഡ് പറഞ്ഞായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്ക്, ഇതൊക്കെ ഭയങ്കര സ്പിരിച്വൽ ഇൻസൈറ്റ് തരുന്നതാണ്. സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കുക. അടുത്തത് പിശാചിനോട് ഒടുവിൽ കർത്താവിലും അവൻ അമിത ബലത്തിലും. കഴിഞ്ഞ ആഴ്ച 2 വേർഡ് ഞാൻ പറഞ്ഞായിരുന്നു. 2 വേർഡ് പറഞ്ഞു. വ്യക്തിപരമായി നമ്മുടെ ജീവിതം പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. വ്യക്തിപരമായി ഒരാള് ഓൾ ആർമർ ധരിക്കണം. പല വ്യക്തികളുടെയും ജീവിതത്തിൽ ഓൾ ആർമർ ഇല്ല. അതുകൊണ്ട് എന്താ? ഇവരുടെ മൈൻഡിൽ കൂടെ പിശാച് അവരെ അറ്റാക്ക് ചെയ്യുന്നത്. മൈൻഡിൽ കൂടെ, അല്ലെങ്കിൽ അവരെ ഇമോഷണലി അറ്റാക്ക് ചെയ്യും. ഒന്നുകിൽ എങ്ങനെ അറ്റാക്ക് ചെയ്യുന്നേ പറഞ്ഞേ? മൈൻഡിൽ കൂടെ. ബൈബിൾ പഠിപ്പിക്കുക അല്ലെങ്കിൽ ദൈവവചനം പഠിപ്പിക്കുന്നവർ പറയാ, പിശാചിന്റെ ബാറ്റിൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ മൈൻഡ്. ഐഡിൽ മൈൻഡ് എന്ന് പറയാം. ഐഡിൽ മൈൻഡ് ഇസ് എ ബാറ്റിൽ ഫീൽഡ് ഓഫ് എനിമി. ഐഡിൽ മൈൻഡ്, ഒരു പണിയുമില്ലാതെ യാതൊന്നുമില്ലാതെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പിശാചിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മൈൻഡിലാണ് പിശാച് മുട്ടയിടുന്നത്. നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ ദൈവവചനം കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കണം. ഇനി ഒന്നാമത്തെ കാര്യം, അതിന്റെ ഡീറ്റെയിലോട്ട് പോവാം. 3 ടൈപ്പിലുള്ള തോട്ട്സ് ഉണ്ട്. 3 ടൈപ്പിലുള്ള തോട്ട്സ് ഉണ്ട്. 3 ടൈപ്പിലുള്ള തോട്ട്സ്. ഒന്നാമത്തെ തോട്ട്സിന് വിളിക്കുന്ന പേരാണ് ഡിവൈൻ. എല്ലാ വിശ്വാസികളുടെ അകത്തും, പാസ്റ്റേഴ്സിന്റെ അകത്തും, ദൈവമക്കളുടെ അകത്തും, യേശു കർത്താവിന്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാരായ പത്രോസിന്റെ അകത്തും 3 തരത്തിലുള്ള ചിന്തകളാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ ചിന്തയ്ക്ക് വിളിക്കുന്ന പേരെന്തുവാ? ഡിവൈൻ. ചേർന്ന് പറഞ്ഞാട്ടെ, എന്തുവാ? ഡിവൈൻ. യേശു കർത്താവിന്റെ കൂടെ നടക്കുക, പത്രോസ് നടക്കുക. ഒരിക്കൽ പത്രോസിന് തോന്നി, യേശു ഒരു ചോദ്യം ചോദിച്ചപ്പോൾ പത്രോസ് ഒരു മറുപടി പറഞ്ഞു, ഞാൻ ആരാകുന്നു എന്ന് നിങ്ങൾ എന്തു പറയുന്നു? പത്രോസ് എന്തോ മറുപടി പറഞ്ഞേ? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകും. അപ്പം ഉടനെ യേശു കർത്താവ് പറഞ്ഞു, ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്ന ജഡരക്തങ്ങളല്ല, എൻ്റെ സ്വർഗീയ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നതാ. അപ്പൊ ഇത് ആര് കൊടുത്തതാ? ദൈവം. ഡിവൈൻ. ദൈവം കൊടുത്തതാ. അപ്പൊ ദൈവത്തിൽ നിന്നുള്ള സിഗ്നൽ പിടിക്കും കേട്ടോ. ദൈവത്തിൽ നിന്നുള്ള സിഗ്നല് പിടിക്കും. ദൈവം പറയുന്നത് കേൾക്കാൻ പറ്റും, ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ പറ്റും, പ്രാർത്ഥിക്കാൻ പറ്റും, ബൈബിൾ വായിക്കാൻ പറ്റും, ദൈവം ഉപയോഗിക്കാൻ പറ്റും, എല്ലാം പറ്റും. ഡിവൈൻ. ഇനി രണ്ടാമത്, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പം എന്തുപറ്റുന്ന പത്രോസ് ഒരു ദിവസം യേശു കർത്താവ് പറഞ്ഞു, ഞാൻ മരിക്കേണ്ട സമയമായി. യേശു കർത്താവിനെ വളരെ മാറി വിളിച്ചുകൊണ്ട് ആരും അറിയാതെ രഹസ്യത്തിൽ കൊണ്ടുപോയി, കർത്താവെ അങ്ങനെ മരിക്കല്ലേ എന്ന് പറഞ്ഞ കർത്താവ് എന്ന് പറഞ്ഞ് പരസ്യമായിട്ട് യേശു കർത്താവ് ശാസിച്ചു. അതിനെ വിളിക്കുന്ന രണ്ടാമത്തെ തോട്ട്സിനെ വിളിക്കുന്ന പേരാണ് ഡീമോണിക്. ഒരേ തലയിലാണ് ഇത് കിട്ടിയേ.
ഒരേ തലയില കിട്ടി. ഒന്നാമത്തെ തോട്ട്സിന് വിളിക്കുന്ന പേരെന്തോ? ഒന്നാമത്തെ തോട്ട്സിന് ഡിവൈൻ. അതേ തലയാ. ഇത് രണ്ടാമത്തെ വ്യക്തിയല്ല, പത്രോസ് തന്നെയാ. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ആർക്കാ ഇത് കിട്ടുന്നേ? പീറ്ററിനല്ലേ കിട്ടുന്നേ. യേശു കർത്താവ് എന്തോ ഇത് സാത്താനെ ശാസിച്ചു. ഞാൻ പറഞ്ഞത് മനസ്സിലാവുണ്ടോ? നമ്മുടെ ജീവിതത്തിലും നമ്മുടെ രക്ഷ എന്ന ശിരസ്ത്രമില്ല, നമ്മുടെ മൈൻഡ് ഓപ്പൺ ആണെങ്കിൽ ആത്മമണ്ഡലത്തിൽ കൂടെ പോകുന്ന സകല സിഗ്നലും നമ്മൾ പിടിക്കും. പെട്ടെന്ന് നമ്മൾ ആൾ മാറിയ പോയാവും. ചുമ്മാതിരിക്കുന്ന മൊബൈലൊക്കെ ചിലപ്പോൾ കിറന്ന് വൈബ്രേറ്റ് ചെയ്യുന്ന കാണാം. എന്തിനാ വൈബ്രേറ്റ് ചെയ്യുന്നത്? കോൾ വന്നു, ഓണായി, കോൾ വന്നു, വൈബ്രേറ്റ് ചെയ്തു അല്ലേ? മൊബൈൽ ചിലപ്പോൾ പാട്ട് പാടുന്നത് കേൾക്കാം. ചുമ്മാ ഇരുന്നതല്ലേ, സിഗ്നൽ വന്നതാ, ഓണായി എന്ന് പറയുന്നത് പോലെ നമ്മുടെ ലൈഫിൽ ഡിവൈൻ പ്രൊട്ടക്ഷൻ, ഓൾ ആർമർ ഇല്ലെങ്കിൽ തോട്ട്സിൽ കൂടെ പിശാച് അറ്റാക്ക് ചെയ്യാം. ഒന്ന് ഞാൻ തോട്ട്സ് തൊട്ടു, ഇനി ഞാൻ ഇമോഷനിലേക്ക് വരാം. ഡീമോണിക് ചിന്തകൾ പിടിച്ചു. യേശു കർത്താവ് എന്തോ ചെയ്തു? അതിനെ ശാസിച്ചു. പബ്ലിക്കലി യേശു കർത്താവ് ശാസിച്ചു. ഇനി മൂന്നാമത്തെ തോട്ട്സിനെ കുറിച്ച് ബൈബിൾ പറയുന്നു, കാർണൽ നേച്ചർ. മൂന്നാമത്തെ തോട്ട്സിന് വിളിക്കുന്ന പേരാണ് ജഡത്തി എന്നുള്ള ചിന്ത. അപ്പൊ ഈ ജഡം ആരാ ജഡം? നമ്മൾ തന്നെയാണ്. അപ്പൊ നമ്മൾ ജഡത്തി വസിക്കുന്നത് കൊണ്ട് നമ്മുടെ അകത്ത് ജഡത്തിന്റെ ചിന്തകളൊക്കെ വരാം. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ അകത്ത് ജഡത്തിന്റെ ചിന്ത വരാം. ഇതിലേതാണ് നമ്മൾ സിഗ്നൽ പിടിക്കുന്നതെന്ന് നോക്കണം. നമ്മൾ പിടിക്കേണ്ടത് ഡിവൈനാ പിടിക്കേണ്ടത്. പക്ഷേ ചിലപ്പോൾ ഡിവൈൻ അല്ല പിടിക്കുന്നത്. എന്താ പിടിക്കുന്നത്? ഡീമോണിക്. എന്താ കാര്യം? നമ്മുടെ ലൈഫിൽ സർവായുധ വർഗം ധരിക്കപ്പെട്ടിട്ടില്ല. പല വ്യക്തികളെ ആക്സിഡന്റ് ആക്കുന്നതിനെ കുറിച്ച് സ്റ്റഡി നോക്കി. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ചെന്നപ്പം പുള്ളിക്ക് അങ്ങ് റാഷണൽ തോട്ട്സ് തുടങ്ങി, അങ്ങ് ഓവർടേക്ക് ചെയ്യണം. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ചെന്നപ്പോൾ അങ്ങ് ഉറങ്ങിപ്പോയി. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ചെന്നപ്പം അഗ്രസീവായി. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ചെന്നപ്പോൾ ഈഗോ ആയി. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ചെന്നപ്പം തോന്നി ഇച്ചിരി ഒന്ന് സ്പീഡ് കൂട്ടണം. എന്തിനാ? ആ പർട്ടിക്കുലർ ഏരിയയിൽ ഡീമോണിക് റിലത്തിലേക്ക് നിങ്ങൾ കയറി. പല വ്യക്തി ഓവട്ട് നല്ല സമാധാനത്തോടെ വണ്ടി ഓടിച്ചോണ്ടിരുന്ന ഒരിടത്തൊന്ന് ഉറങ്ങിപ്പോയി. പിശാച് ഉറക്കിക്കളഞ്ഞു. കേട്ടോ, പിശാച് ഉറക്കിക്കളഞ്ഞു. ഒരു സ്ഥലത്ത് വന്നു, നമ്മുടെ ഈഗോയെ ഇളക്കി അടിച്ചു കളഞ്ഞു. ഒരു സ്ഥലത്ത് വന്നു, നമ്മുടെ പ്രോബ്ലത്തെ, ഇമോഷണൽ പ്രോബ്ലത്തെ ഇളക്കി. പിശാച് വെയിറ്റ് ചെയ്യുക. നീ തുറന്നു കൊടുക്കാതെ നിന്നെ അടിക്കാൻ പറ്റത്തില്ല. പക്ഷെ ദൈവമക്കൾ തിരിച്ചറിയണം, നീ അതിൻ്റെ കീഴിൽ കൂടെ പോകുമ്പോഴും നിന്റെ വികാരങ്ങൾ സ്ട്രോങ് ആയിരിക്കണം. നിന്റെ വികാരങ്ങൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം, വെരി ഷാർപ്പ് ആയിരിക്കണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇനി കാർണൽ നേച്ചറുണ്ട്. കാർണൽ നേച്ചർ, ഇത് രണ്ടും ഇല്ലെങ്കിൽ ഡീമോണിക്ക് വേണ്ട. ഡീമോണിക്ക് ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഇമോഷണലി ക്ലെൻസിങ് നടന്നില്ലെങ്കിൽ, ഇമോഷണൽ ക്ലെൻസിങ് നമ്മൾ നടന്നിട്ടില്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ? അവസരം വരുമ്പോൾ നമ്മൾ തന്നെ ചിന്തിച്ച് കലക്കാൻ പറ്റും. ഞങ്ങൾ ലൈഫ് ലൈറ്റിൻ്റെ ടീമിനകത്ത് മീറ്റിംഗ് എടുക്കുമ്പം ഒരു ആക്ടിവിറ്റി ചെയ്യും. 15 വർഷം പുറകിൽ കിടക്കുന്ന കാര്യങ്ങളെ പുറത്തെടുക്കാൻ, 20 വർഷം പുറകിൽ കിടക്കുന്ന കാര്യങ്ങളെ പുറത്തെടുക്കാൻ. ഇത് പ്രോപ്പർലി ക്ലെൻസ് ആയില്ലെങ്കിൽ എപ്പോഴെങ്കിലും വരുമ്പോൾ പിശാചിന്, ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വേർഡ് പറഞ്ഞു, പിശാചിനെ ഹുക്ക് ചെയ്യാൻ, ഓർക്കുന്നുണ്ടോ? പിശാചിനെ ഹുക്ക് ചെയ്യാൻ വരുമ്പം അവന്റെ ഹുക്ക് എവിടെയെങ്കിലും വീണ് കൊളുത്തി പിടിക്കാൻ നമ്മുടെ അകത്തൊരു സാധനം കാണണം. ഉണ്ടെങ്കിൽ ആ വ്യക്തി എന്നും പിശാചിന്റെ ഒരു നോട്ടപ്പുള്ളിയായിരിക്കും. പിശാചിന്റെ ഒരു നോട്ടപ്പുള്ളിയായിരിക്കും. He will be a victim.
നമ്മുടെ ലൈഫ് ഒരിക്കലും ദൈവപ്രവർത്തികൾക്കെതിരായി തുറന്നു കൊടുക്കരുത്. നമ്മുടെ ഇമോഷൻ ആകട്ടെ, നമ്മുടെ നാവാകട്ടെ, നമ്മുടെ ശരീരമാകട്ടെ, ചിന്തകളാകട്ടെ, ഒരിക്കലും എന്തോ എടുക്കല്ല, പറഞ്ഞോ, പിശാചിന്റെ പ്ലാറ്റ്ഫോം ആയിട്ട് നമ്മുടെ നന്മയെ ആദ്യം അവൻ തകർക്കാൻ നോക്കുന്നത്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റുള്ളവരുടെ നന്മ തകരുന്നത്. നമ്മളുടെ നന്മയെ തകർത്ത് കളയാൻ നമ്മുടെ ജീവിതത്തെ, നന്മ തകർന്നു തുടങ്ങിയ ജീവിതം തകർത്ത് കളയും. ജീവിതം തകർത്ത് കളയും. നോക്കിയേ, കാർണൽ നേച്ചർ. ഇതുപോലെ തന്നെ പ്രവചനവും വെളിപ്പാടും സ്വപ്നങ്ങളും എല്ലാം 3 തരത്തിലുണ്ട്. ദൈവത്തിൽ നിന്ന് പിടിക്കുന്നവരുണ്ട്, 2 ഡീമോണിക് പ്രൊഫസി പറയുന്നവരുണ്ട്, 3 കാർണൽ നേച്ചറി ഫ്ലഷി എന്ന് പറയുന്നവരുണ്ട്, ബുദ്ധി എന്ന് പറയുന്നവരുണ്ട്. ബുദ്ധി ചിലത് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും ഇത് എവിടുന്ന ഇത് പറയുന്നേ, നമുക്കത് സെൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ദൈവത്തിൻ്റെ സർവായുധ വർഗം നമ്മൾ ധരിക്കണം. ദൈവത്തിൻ്റെ സർവായുധ വർഗം നമ്മൾ ധരിക്കണം. സാത്താൻ ഏത് സമയവും നമ്മളെ അറ്റാക്ക് ചെയ്യാൻ നോക്കും. അവൻ വന്ന് ചുറ്റി തിരിഞ്ഞിട്ട് എങ്ങനെയൊക്കെ പോയാലും നമ്മുടെ ജീവിതത്തിൽ അവൻ ഉക്കിടാൻ എന്തൊക്കെ എറിയുമ്പോഴും ഒന്നും കാണരുത് വന്ന് വീഴാൻ. കേട്ടോ, എന്തോ എറിയുമ്പോഴും, ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നോ, അവൻ വല എറിയുമ്പം നിന്റെ മേലിൽ വല വീണോ അല്ലെ ഹുക്ക് വീഴാനോ നീ അനുവദിക്കല്ലേ. നിന്റെ ജീവിതത്തെ, നിന്റെ നാവിനെ, നിന്റെ ഹൃദയത്തെ, എവറിത്തിങ് നീ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കണം. ഇനി അത് മേലിൽ വരാതെ വണ്ണം അതിനെ എന്നേക്കുമായി മാറ്റിക്കളയണം. അതിൻ്റെ വേരോടെ അതിനെ പിഴുത് കളയണം. വേരോടെ ഈ ഡീമോണിക് റിലത്തെ വേരോടെ പിഴുത് കളയണം. അവൻ ഏതുവഴിയാ വന്നേ, ഏത് രീതിയിൽ കൂടെ വന്നേ, ആ വഴികളെ വേരോടെ പിഴുത് കളയണം. നമ്മുടെ ലൈഫിൽ അതിനൊരു സ്ഥാനം കാണരുത്. കേട്ടോ, യേശു കർത്താവ് പത്രോസിനെ ചേർത്ത് പിടിച്ചു. പക്ഷെ പത്രോസിന്റെ കൂടെ വന്ന ആ സാത്താനെ എന്തോ എടുത്തു, ശാസിച്ചു. പത്രോസിനെ ചേർത്ത് പിടിച്ചു. പക്ഷെ എന്തോ പറ്റി, പത്രോസിൽ കൂടെ വന്ന ആ സാത്താനെ തകർത്ത് കളഞ്ഞു. സർവായുധ വർഗം ധരിക്കുക. ഞാൻ കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ച 2 വേർഡ് ഒരിക്കൽ കൂടെ നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവന്നിട്ട് നിർത്തുക. 1, ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. 2, സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാൻ കഴിയേണ്ടതിന്. പലപ്പോഴും പിശാച് പോരാടാൻ വരുന്നത് എല്ലാം കഴിഞ്ഞ് ഒന്നുമില്ല, ഇനി കുഴപ്പമില്ല. എന്താണെന്നറിയാം, അവനറിയാം ആരെ അവൻ്റെ കൈ കിട്ടുമെന്ന്. 2 കാര്യം കൂടെ പറയട്ടെ. ഒരിക്കൽ പിശാച് ഉപയോഗിക്കുന്ന പല വഴികളുണ്ട്. ചിലരുടെ ഇമോഷണലും ഒക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. അവിടെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ചിലരുടെ സ്വപ്നങ്ങൾ ഓപ്പണാണ്, ചിലരുടെ ഇമോഷണൽ ഓപ്പണാണ്, ചിലരുടെ തോട്ട്സ് ഓപ്പണാണ്, ചിലരുടെ പല രീതികളിൽ ഓപ്പണാണ്. ഒരിക്കൽ ഒരു പെങ്കൊച്ചു എന്ന് പറഞ്ഞു, ആ പെങ്കൊച്ചിന് സൈത്താൻ വർഷിപ്പേഴ്സ് ചേരണമെന്ന് പറഞ്ഞു. സൈത്താൻ വർഷിപ്പേഴ്സ് ചേരാൻ വേണ്ടി ആ കൊച്ചിന് എങ്ങനെ ഒരു രഹസ്യത്തിൽ ആ കൊച്ച് അവരുടെ ആൾക്കാരെ കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചതുകൊണ്ട് അവർ പറഞ്ഞു, ഇവളോട് കുറേ നേരം സംസാരിച്ചിട്ട് ഇവൾക്ക് എന്തൊക്കെയാ കാര്യങ്ങൾ എന്നെല്ലാം മനസ്സിലാക്കി. എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ നിന്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സിനെ മാത്രം വിളിച്ചൊരു വലിയൊരു പാർട്ടി വെക്കണം. പാർട്ടി വെക്കുന്ന സമയത്ത് ഇത്ര പേര് കാണണം, ഇന്നതായിരിക്കണം, ഇന്നയൊക്കെ ആയിരിക്കണം, ഇരുട്ടായിരിക്കണം, അതെല്ലാം പറഞ്ഞു. ഞങ്ങൾ അവിടെ വരും, അന്ന് നിന്നെ എടുക്കുന്നതിൻ്റെ സെറിമണി ആയിരിക്കും, അത് കഴിഞ്ഞ് ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞു. അവള് പാർട്ടിയെല്ലാം വെച്ചു, കാശ് കൊടുത്ത് അവരുടെ ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ചു. അവളെ കറക്റ്റ് സമയം, അപ്പോൾ ഇവരുടെ ആൾക്കാർ വന്നു സ്റ്റേജിലോട്ട് കയറി. ഇവളെ സ്റ്റേജിലോട്ട് വിളിച്ചു. ഇവളെ നടുക്ക് നിർത്തിയിട്ട് അവരുടെ ആൾക്കാർ ചുറ്റിനും നിന്ന് ഇവളെ കളിയാക്കാൻ തുടങ്ങി. കുറേ കളിയാക്കി, എല്ലാവരും ചിരിച്ചു. പിന്നെയും കളിയാക്കി, ചിരിച്ചു. പിന്നെയും കളിയാക്കി. ഇവരുടെ രീതി മാറാൻ തുടങ്ങി. ഇവളോർത്തോടെ എൻ്റെ കാശ് കൊടുത്ത് എൻ്റെ വീട്ടിൽ വന്ന് ഞാനിട്ട ഇതിനകത്ത് വന്ന് ഇവരെന്നെ കളിയാക്കുന്ന എന്തിനാ? ഇവൾ അഗ്രസീവ് ആകാൻ തുടങ്ങി, ദേഷ്യപ്പെടാൻ തുടങ്ങി. അവർ കളിയാക്കൽ നിർത്തിയില്ല, ഇവളെ പിടിച്ചു നിൽക്കാൻ നോക്കി. അവർ കളിയാക്കൽ കൂടിക്കൊണ്ടിരുന്നു, ടീസിങ് കൂടിക്കൊണ്ടിരുന്നു. ഈ കൊച്ചു ചുമന്നു, പൊട്ടിത്തെറിച്ചു. ഇവൾ
പൊട്ടിത്തെറിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനുണ്ടല്ലോ ഇവർ വന്ന് ഇവളെയും കെട്ടിപ്പിടിച്ചു. ഓക്കെ, കൂൾ ഡൗൺ, കൂൾ ഡൗൺ, കൂൾ ഡൗൺ, കൂൾ ഡൗൺ, കൂൾ ഡൗൺ, കൂൾ ഡൗൺ, ഡൺ ഡൺ, അവർ വർക്ക് ഇസ് ഡൺ, കൂൾ ഡൗൺ, കൂൾ ഡൗൺ, വർക്ക് ഇസ് ഡൺ എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചിട്ട് ഇവർ അടുത്ത ഇൻവിറ്റേഷൻ കൊടുത്തിട്ട് ഇവർ തിരിച്ചുപോയി. പിന്നീട് ആ കൊച്ച് റിക്കവറായി, ഭയങ്കര ഡെപ്തിൽ നിന്ന് റിക്കവറായി വരുമ്പോൾ അവരതിനെക്കുറിച്ച് പറയാം. എന്തോ ചെയ്തെന്നറിയാം? പിശാച് അകത്ത് കയറണമായിരുന്നു. അകത്ത് കയറാൻ ഒരു ഇമോഷണൽ ഡോർ ഓപ്പൺ ആകണമായിരുന്നു. അതിന് ഇവർ ഒരുമിച്ച് വന്ന് എന്തോ എടുത്താ ടീസ് ചെയ്ത അവരുടെ വിത്തിനകത്ത്, അവരുടെ ഇതിനകത്ത് പോയി ഇവള് വീണു കൊടുത്തു. ഒന്നാമത്തെ പടിയായി അവർ പറയുന്നതിനകത്ത് പോയി. എന്നിട്ട് ഇമോഷണൽ ഡോർ ഇവൾ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തതോടുകൂടെ ആ ഇമോഷണൽ ഡോറിൽ കൂടെ ആര് കയറി വന്നു? നിങ്ങൾ ബൈബിളിൽ കിടക്കുക. കൈയിൻ്റെ അടുക്കൽ എങ്ങനെയാ കയറിയേ? കോപം നിമിത്തമാണ് കയറിയേ. ആണോ? കൈയിനെ നീ കോപിക്കുന്നത് എന്താ? നിന്റെ മുഖം വാടുന്നത് എന്താ? നീ നന്മ ചെയ്ത പ്രസാദം ഉണ്ടാകത്തില്ലയോ? നീ നന്മയാ ചെയ്തതെങ്കിൽ കൈയിനുണ്ടായിരുന്നത് ജലസിയും ഈഗോയുമാണ്, ഇൻസെക്യൂരിറ്റിയുമാണ്. ചേട്ടനോട് അല്ല അനിയനോട് ജലസിയായി, അനിയനോട് ഈഗോ ആയി, അനിയനോട് ഇൻസെക്യൂരിറ്റി ആയി. ദൈവം ചോദിച്ചിട്ട് അവനെ തന്നെയല്ല നിന്നെ എനിക്ക് അനുഗ്രഹിക്കാൻ പറ്റും. നീ എന്തിനാ അവനോട് ഈഗോ കാണിക്കുന്നേ? നീ നന്മ ചെയ്യും, എന്നാൽ നിന്നെ പ്രസാദിക്കാം. കർത്താവിന് 1000 പേരുടെ മേലിൽ ഒറ്റയടിക്ക് പ്രസാദിക്കാൻ പറ്റത്തില്ലേ? 10,000 പേരുടെ മീതെ ഒറ്റയടിക്ക് പ്രസാദിക്കാൻ പറ്റത്തില്ലേ? അത് കർത്താവ് ഒരാളുടെ മീതെ മാത്രമേ പ്രസാദിക്കത്തുള്ളൂ? അല്ല, ദൈവം സകലവരുടെ മീതെ പ്രസാദിക്കും, സകലവരുടെ മീതെ. പക്ഷെ ഇവൻ എന്തോ എടുത്തു? കയ്യിൽ എന്തോ എടുത്തു? ഡോറ് തുറന്നു കൊടുത്തു, ജീവിതം തുറന്നു കൊടുത്തു. തുറന്നു കൊടുത്തത് നിമിത്തം എന്തുപറ്റി? ഇവന്റെ ജീവിതം സാത്താൻ തകർത്ത് കളഞ്ഞു. അതുകൊണ്ട് ഇൻഡിവിജ്വലി പ്രൊട്ടക്റ്റഡ് ആകണം. ഇൻഡിവിജ്വലി നമ്മുടെ ജീവിതത്തിലേക്ക് സാത്താന് കയറി വരാൻ അവസരം കൊടുക്കരുത്. എവിടെയെങ്കിലും കയറി കഴിഞ്ഞ നാളുകളിൽ അവൻ കയറി വന്ന് കിടപ്പുണ്ടെങ്കിൽ അവൻ പറയത്തില്ല ഞാൻ വന്ന് കിടപ്പുണ്ടേ, പറയത്തില്ല. അവൻ ഒളിച്ചിരിക്കും. നന്മയുടെ സമയമാകുമ്പോൾ, നിങ്ങൾ എഴുതി വെച്ചു, ഞാൻ വർഷങ്ങളായിട്ട് ഇത് പഠിപ്പിക്കുന്ന, നന്മയുടെ സമയമാകുമ്പോൾ, അനുഗ്രഹത്തിന്റെ സമയമാകുമ്പോൾ, ഉയർച്ചയുടെ സമയമാകുമ്പോൾ, ഒരു ഒരു യാത്രയുടെ സമയമാകുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നന്മയുടെ സമയമാകുമ്പോൾ നിങ്ങൾ തുറന്നു കൊടുത്തത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെയുണ്ട്. നിങ്ങൾ തുറന്നു കൊടുത്തത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെയുണ്ട്. മറ്റുള്ളവർ തുറന്നു കൊടുത്തതിനൊന്നും ദൈവം നിങ്ങളുടെ ലൈഫിലേക്ക് അനുവദിക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? മറ്റുള്ളവർ തുറന്നു കൊടുത്തതൊക്കെ അത് നിങ്ങളുടെ നേരെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണെന്ന് അവൻ തിരിച്ചു പോകും. പക്ഷെ നിങ്ങളുടെ അകത്തിരിക്കുന്നോ? തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ എന്തു പറ്റും? നിങ്ങളുടെ നന്മയുടെ സമയം വരുമ്പോൾ നിങ്ങൾ നോക്കി, ഒരു നന്മയുടെ അനുഗ്രഹത്തിന്റെ സമയമാകുമ്പം യോർദാൻ വരുമോ അന്ന് ഇവൻ ഇളകാൻ തുടങ്ങും. കൊയ്ത്തു വരുമോ അന്ന് എന്തെടുക്കും? ഇളകാൻ തുടങ്ങും. അനുഗ്രഹം വരുമോ അന്നേരം തുടങ്ങും. യാത്ര വരുമോ അന്നേരം. അതുവരെ അന്നേരം വന്നതല്ല, ഇവൻ ഒളിച്ചവിടെ ഇരിക്കുക. ഒളിച്ചു. സാത്താന് അവസരം കൊടുക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. അവൻ എത്ര രീതികളിൽ നിങ്ങളുടെ മീതെ എന്തൊക്കെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് വന്നാലും നിങ്ങളുടെ ലൈഫ് അവന്റെ പ്രൊഡക്റ്റിന് നിങ്ങൾ ഒരിക്കലും സ്ഥാനം കൊടുക്കരുത്. അപ്പൊ നമ്മൾ ഇൻഡിവിജ്വലി പ്രൊട്ടക്ഷനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ട്. ഇൻഡിവിജ്വലി നിങ്ങളെ പ്രൊവോക്ക് ചെയ്യാൻ വരും, നിങ്ങളെ തകർത്തു കളയാൻ വരും. എന്തിനാ? നിങ്ങൾ ഓപ്പൺ ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ നന്മയുടെ സമയമാകുമ്പോൾ എന്തുകൊണ്ടെന്നറിയോ? നിങ്ങളെ അത് തകർത്ത് കളയും. മറ്റുള്ള ഒരാളല്ല തകരുന്നേ. നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ സമയം വരുമ്പോൾ നിങ്ങളെ തന്നെ എല്ലാം, നിങ്ങളുടെ യാത്രകളെ നശിപ്പിക്കും, നിങ്ങളുടെ എക്സാമിനെ, നിങ്ങളുടെ ജോലിയെ, നിങ്ങളുടെ പ്രമോഷനെ, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങൾക്കുള്ളതിനെ എല്ലാം ഒളിഞ്ഞു കിടക്കുന്ന. ഇത് ഒളിഞ്ഞു കിടക്കാനുള്ള കാരണം എന്താ? ഒളിഞ്ഞു കിടക്കാനുള്ള കാരണം? എപ്പോഴോ എവിടെയോ കയറി കിടക്കുന്ന, എപ്പോഴോ എവിടെയോ കയറി കിടക്കുന്ന അവനെ താലോലിച്ചോണ്ട് നടന്നാൽ എന്ത് പറ്റും? റിജക്റ്റ് ഇറ്റ്.
റിജക്റ്റ് ഇറ്റ്. എന്നേക്കുമായി അവനെ റിജക്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ഒരിക്കലും പിശാചുമായിട്ട് പോയി ദൈവപ്രവർത്തികളുടെ നന്മകൾ കാണാൻ പറ്റത്തില്ല. ഒരിക്കലും പറ്റത്തില്ല. ഞാൻ ചിലരെ എൻ്റെ മനസ്സിൽ ഓർക്കുമോ, ഞാൻ ചിലരോട് പറഞ്ഞിട്ടുണ്ട്, ബ്രദറെ, നിൻ്റെ ലൈഫിൽ ഒരു വിടുതൽ കിട്ടാതെ, എൻ്റെ ലൈഫിലും വിടുതൽ വേണം, വ്യക്തിപരമായി എൻ്റെ ലൈഫിലും വിടുതൽ വേണം. നിൻ്റെ ലൈഫിൽ ഒരു വിടുതൽ കിട്ടാതെ നിൻ്റെ ലൈഫിൽ ഉയർച്ചയില്ല. എത്ര കിടന്ന് അധ്വാനിച്ചിട്ട് നന്മയില്ല, എത്ര കിടന്ന് ചെയ്തിട്ട് ഉയർച്ചയില്ല, എന്തൊക്കെ ചെയ്തിട്ടും. എൻ്റെ ലൈഫിൽ അങ്ങനെ ആയിരുന്നു. പക്ഷെ ദൈവം എന്നെ ഒരു പരിധി വിടുവിച്ചു. ഓരോ പരിധി പടി അധികം വിടുവിച്ചുകൊണ്ടിരിക്കുക. വ്യക്തിപരമായി തുറന്നു കൊടുക്കല്. തുറന്നു കൊടുത്താൽ എന്ത് പറ്റുമെന്നറിയാമോ? അവൻ ഒളിച്ചിരിക്കും. അവനെക്കുറിച്ച് വിളിക്കുന്നത് കള്ളനെന്ന. കള്ളൻ. അവൻ ഒളിച്ചിരിക്കും. കള്ളൻ കയറിയാൽ എപ്പോഴെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് അയക്കുമോ, ഞാൻ കയറിയിട്ടുണ്ടെന്ന്? കോളിംഗ് ബെൽ അടിച്ചിട്ട് വരുമോ? കയറിയിട്ട് അവൻ ഒളിഞ്ഞിരിക്കും. പാമ്പ് ഇതുപോലെ ഇങ്ങനെ ഇരിക്കും. എത്ര നാൾ വേണേലും അവൻ ഒളിഞ്ഞിരിക്കും. സമയം വരുമ്പോൾ ഇവൻ തലപൊക്കും. ആരും ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ തലപൊക്കും. വ്യക്തിപരമായി ബൈബിൾ പഠിപ്പിക്കുക. നിനക്കൊരു കാവൽ വേണം. എവിടെയൊക്കെ ലെവലിലാ കാവൽ വേണ്ടിയേ? ചിന്തകളിൽ കാവൽ വേണം. സർവായുധ വർഗം. ചിന്തകൾ പ്രൊട്ടക്റ്റഡ് ആകട്ടെ. നെഞ്ച് എന്തിനെ കാണിക്കുന്നു? ചിന്തകളും. നമ്മുടെ ഹെൽമെറ്റ് കാണിക്കുന്നത് ചിന്തകളും ഇമാജിനേഷനും. ഹൃദയം എന്തിനെ കാണിക്കുന്നു? ഇമോഷൻസിനെ, വികാരങ്ങളെ കാണിക്കുന്നു. അര എന്തിനെ കാണിക്കുന്നു? ബെൽറ്റ് എന്തിനെ കാണിക്കുന്നു? സത്യം. കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചു. സത്യം അഴിഞ്ഞുപോയി. സത്യമില്ല ചിലരുടെ ലൈഫിൽ. അവർ അപമാനിതരായി നടക്കുക. എൻ്റെ ലൈഫിൽ ഞാൻ എടുത്ത തീരുമാനമാണ്, പണ്ട് തൊട്ടെടുത്ത തീരുമാനം. ഒന്ന്, സത്യമല്ലാത്തതൊന്നും ഞാൻ പറയത്തില്ല. ഒന്നും പറയത്തില്ല. എന്നോട് ഒരിക്കൽ ഞാനൊരു വേർഡ് പറഞ്ഞു ഒരാളോട്. വർഷങ്ങൾക്ക് പറയില്ല. ഒരാളോട് ഞാൻ ഒരു വേർഡ് പറഞ്ഞു. എൻ്റെ ദേഷ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു വേർഡ് കയറി പറഞ്ഞു. ബദലി ചർച്ച വെച്ച് തന്നെ ഞാൻ ഇന്ന വ്യക്തി കാണിക്കുന്ന പണി ഇന്നതാന്ന് പറഞ്ഞു. ദേഷ്യം കൊണ്ട് ഞാനങ്ങ് പറഞ്ഞു. അതുപോലെ തന്നെ ആ വ്യക്തി ഒരു പാസ്റ്റർ അടുക്ക കൊണ്ട് കൊടുത്തു. അദ്ദേഹത്തിന് എന്നോട് ദേഷ്യമായി. മിക്കവാറും എൻ്റെ ജോലി പോവാം, മിക്കവാറും എന്നെ പറഞ്ഞു വിടാം. ഇത് ഭയങ്കരമായിട്ട് ആ പുള്ളി എന്തിനാണ് ഈ വേർഡ് യൂസ് ചെയ്ത് ഒറ്റ വേർഡിൽ കയറി പിടിച്ചു. അപ്പം ഇത് പിടിച്ചിട്ട് ഇത് അടുത്ത ലെവലിൽ കൊണ്ടുപോയി. സീനിയർ പാസ്റ്റർ അടുക്ക കൊണ്ടുപോയി. സീനിയർ പാസ്റ്റർ എല്ലാവരും എന്നെ വിളിച്ചു. എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് വിളിച്ചു. ഈ ഒരു വേർഡ് റോയ് പറഞ്ഞോന്ന് ചോദിച്ചു. അവരെല്ലാം ഓർത്തു ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ഞാൻ ഉരുളുവെന്ന് ഓർത്തു. അയ്യ, എനിക്കറിയത്തില്ല എവിടെയാ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ തീരുമാനമായിരുന്നു. ദേഷ്യം കൊണ്ട് പറഞ്ഞു, പക്ഷേ യു ഹാവ് ടു അഡോപ്റ്റ് ഇറ്റ്, അക്സെപ്റ്റ് ഇറ്റ്. ഞാൻ എല്ലാവരുടെ മുന്നോട്ട് വെച്ച് പറഞ്ഞു, ഞാൻ ആ വേർഡ് ഈ വ്യക്തിയോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ വ്യക്തിയോട് ക്ഷമയും ചോദിച്ചു. അത് പുള്ളി പറഞ്ഞില്ല. ഞാൻ ഈ വേർഡ് യൂസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഈ വ്യക്തിയോട് വന്ന് ക്ഷമ പറഞ്ഞു. അത് പിന്നെ ഇവിടെ എസ്കലേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. അവൻ സമ്മതിച്ചല്ലോ, ദാറ്റ് ഈസ് എ ഗുഡ് തിങ്, വിട്ടേ. പക്ഷേ ഞാനത് അങ്ങനെ പറഞ്ഞു. എൻ്റെ ദേഷ്യത്തിൽ ഞാനങ്ങനെ പറഞ്ഞു. കാരണം ചർച്ചിൻ്റെ സാധനം നഷ്ടപ്പെടുക. ഈ വ്യക്തി അറിയാതെ പെർമിഷൻ കൊടുത്ത് എടുത്തുകൊണ്ട് പോയിക്കോളെ, അണ്ടർഗ്രൗണ്ടിൽ പെർമിഷൻ കൊടുത്ത് എടുത്തുകൊണ്ട് പോയിക്കോളെ. അപ്പോൾ എൻ്റെ മേൽ ഉത്തരവാദിത്തം കിടക്കുന്നതുകൊണ്ട് ഞാൻ വരുമ്പോൾ ഈ സാധനം ഇല്ലെങ്കിൽ എന്നെ ചോദിക്കും നിങ്ങളെല്ലാവരും കൂടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അവർക്ക് ആ വ്യക്തി കാണിക്കുന്നത് അഹങ്കാരമോ അങ്ങനത്തെ ഒരു വേർഡ് ഞാൻ യൂസ് ചെയ്തു. തന്നിഷ്ടമോ. എന്ത് പറ്റിയെന്നറിയാമോ? ആ സത്യം പറഞ്ഞ നിമിത്തം ആ പ്രശ്നം കെട്ടടങ്ങിപ്പോയി. അതല്ല, ഞാൻ ഉരുളാൻ തുടങ്ങിയായിരുന്നെങ്കിലോ? ജീവിതത്തിൽ സത്യമല്ലാത്തതൊന്നും നമ്മുടെ വില കൊടുക്കേണ്ടി വന്നാലും ആരും അപ്രീഷിയേറ്റ് ചെയ്യത്തില്ല. പക്ഷേ സത്യത്തിന് വേണ്ടി മാത്രം നിൽക്കുക. സത്യത്തിന് വേണ്ടി മാത്രം നിൽക്കുക. നീതി അല്ലാത്തതൊന്നും നിങ്ങളുടെ ലൈഫിൽ വരരുത് കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ ഉറച്ചൊരു തീരുമാനമായിരിക്കണം. 3 ലെവൽ. ചിന്തകൾ പ്രൊട്ടക്റ്റഡ് ആകട്ടെ. അടുത്ത ചിന്തകൾ ഇമാജിനേഷനും പ്രൊട്ടക്റ്റഡ് ആകട്ടെ. അടുത്തത് എന്ത് പ്രൊട്ടക്റ്റഡ് ആകണം? വികാരങ്ങൾ. അടുത്തത് സത്യമല്ലാത്തതൊന്നും പറയും. ബെൽറ്റ് അഴിഞ്ഞു പോയി. ബെൽറ്റേൽ ആ വാളിരിക്കുന്നത്, ബെൽറ്റേൽ ആയുധം ഇരിക്കുന്നത്.
പിന്നെ എടുത്ത് വെട്ടാൻ നോക്കുമ്പോൾ വെട്ടാൻ സാധനം കാണത്തില്ല. ശാസിച്ചാലൊന്നും പിശാച് പോകത്തില്ല. ഇനി അടുത്തത് കാലെ ചെരുപ്പ്. സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലി ചെരുപ്പാക്കണം. ഈ ചെരുപ്പിട്ടുകൊണ്ട് വേണം സാത്താനെ ചവിട്ടാൻ. പാമ്പിനെയും തേളിനെയും ചവിട്ടണമെങ്കിൽ എന്ത് വേണം? ഈ ചെരുപ്പ് വേണം. വിശ്വാസം എന്ന പരിച, വചനമാ വിശ്വാസം. യേശുവിലാ വിശ്വാസം. എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രമാണമുണ്ട്. പിശാച് അതിൻ്റെ ഏതൊക്കെ രീതി വന്നാലും അല്പം മദ്യപിച്ചോന്നേ, അല്പം മദ്യപിച്ചു, അല്പം വൈൻ കുടിച്ചു, ബൈബിളിലുണ്ടല്ലോ വാക്യം, ഇല്ല, മദ്യപാനി സ്വർഗ. കഴിഞ്ഞ ദിവസം ഒരു ക്വസ്റ്റ്യൻ വന്നത്, എൻ്റെ ദൈവമേ, കഴിഞ്ഞ ദിവസം ക്വസ്റ്റ്യൻ വരും. എനിക്കറിയാം ലൈവും കൂടെ ഉണ്ട്, ലൈവല്ല ഓൺലൈനും കൂടെ പോകുന്നുണ്ട്. നശിപ്പിക്കാൻ പിശാച് തന്ത്രമായിട്ട് വരുന്നത് കണ്ടു. ഒരാൾ അവരുടെ കമ്പനിയിലുള്ള ഒരു പെങ്കൊച്ചിനോട് പറയാം, ഒരു പ്രാവശ്യം നീ മദ്യപാനി ആകത്തില്ല, ഞാനും ക്രിസ്ത്യനാണ്. ബൈബിളിലെ വാക്യം എന്തുവാ? മദ്യപാനി ദൈവരാജ്യം. നിങ്ങൾ എന്താ പറ്റി എല്ലാവരും മിണ്ടാതിരിക്കുന്നത്? വാക്യം അറിയത്തില്ലേ? മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഒരു പ്രാവശ്യം വല്ലപ്പോഴും ഒക്കെ പാർട്ടിക്കകത്ത് വരുമ്പം ഒരു പെങ്കൊച്ചിനോട് പറയാം, നീ മദ്യപിച്ചോണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ ക്രിസ്ത്യനാണ്. ഇവിടെ അല്ല കേട്ടോ, നോർത്ത് ഇന്ത്യയിലാണ്, ഞാൻ ക്രിസ്ത്യനാണ്, മദ്യപിച്ചാൽ കുഴപ്പമൊന്നുമില്ല, മദ്യപാനി സ്വർഗരാജ, അങ്ങനെയുള്ളൂ. ഇപ്പോൾ ഒരു പ്രാവശ്യം ഒക്കേഷണലി മദ്യപിച്ചവരുണ്ട്, മദ്യപാനി എന്ന് വിളിക്കത്തില്ല, അത് മദ്യപാനമല്ല. ഈ വ്യക്തി ഒരു ദിവസം എന്നെ വിളിക്കുക, പാസ്റ്ററെ എൻ്റെ കമ്പനിയുടെ ഓണർ ബോസ് എന്നോട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ആ സമയത്ത് വേറൊരു സംഭവം കണക്ട് ചെയ്ത് കൊടുത്തു. ഇന്നയാളുടെ സംശയം, ആ പറഞ്ഞ മറുപടി കേൾക്കണം, വേറൊരാൾ പറഞ്ഞ മറുപടി കേൾക്കണം, വേറൊരാൾ പറഞ്ഞ മറുപടി, കറക്റ്റ് മറുപടി കൊടുത്തു. കറക്റ്റ് മറുപടി ആ ആൾ കൊടുത്തു. എന്തോ മറുപടി എന്നറിയാം? ഇച്ചിരി കട്ടി കൂടുതലാണ് സ്ഥാനത്തിന്. ഇദ്ദേഹത്തിന്റെ ഭാര്യയോട് ഇദ്ദേഹത്തോട് ചോദിക്കണം, വ്യഭിചാരം എന്നും ചെയ്താലേ വ്യഭിചാരി ആകത്തുള്ളോ, അത് ഒരു പ്രാവശ്യം ചെയ്താൽ വ്യഭിചാരി ആവുമെന്ന് ചോദിച്ചു. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ വ്യഭിചാരികൾ ദൈവരാജ്യം അവകാശമാക്കത്തില്ല എന്ന ബൈബിളിലെ. ഒരു പ്രാവശ്യം ചെയ്തതുകൊണ്ട് വ്യഭിചാരിയാവോ? ഇല്ല. അദ്ദേഹം പറഞ്ഞു കൊടുത്ത് ഇയാളുടെ ഭാര്യയോടൊന്ന് പറഞ്ഞു, ഇയാളോടൊന്ന് പറഞ്ഞു, ഇയാളുടെ ഭാര്യയോടൊന്ന് പറയാനും. അതോടുകൂടെ പുള്ളിയുടെ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവത്തിന്റെ വചനത്തിനകത്ത് ഒരിക്കലും ഡൈല്യൂട്ട് വരുത്തല്ല. വിശ്വാസം എന്ന പ്രമാണം കൊണ്ട് തടുക്കണം. എത്ര ആശയങ്ങൾ കേൾക്കണം പിള്ളേരുടെ ലൈഫിൽ നിന്നും കേൾക്കണം. പിള്ളേരുടെ ലൈഫിൽ എത്ര കാര്യങ്ങൾ വിശ്വാസം എന്ന പരിച കൊണ്ട് തടുക്കണം. നിങ്ങളുടെ ജീവിതം ദൈവസന്നിധിയിൽ വിശുദ്ധമായി സൂക്ഷിക്കുക. അടുത്തത് വചനം എന്ന ആത്മാവിന്റെ വാള്. ഇത്രയും കാര്യങ്ങൾ ഡിഫെൻസീവ് വെപ്പണം. ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഒഫെൻസീവ് വെപ്പണം. വചനത്തിന്റെ അകത്ത് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ എന്ത് യാചിക്കുന്നോ ദൈവം നിങ്ങൾക്ക് തരും. വചനത്തിനകത്ത് ജീവിച്ചാൽ എന്ത് പറ്റും? നിങ്ങൾ എന്ത് യാചിക്കുന്നോ ദൈവം അത് നിങ്ങൾക്ക് തരും. വചനം നിങ്ങളുടെ ലൈഫിൽ ആയുധമാണ്. ചിലരുടെ കയ്യിൽ വചനമുണ്ട്, പക്ഷെ മൂർച്ചയില്ല, വെട്ടിയിട്ടൊന്നും വെട്ടുകൊള്ളുന്നില്ല, ചതഞ്ഞു പോവും. നോക്കിയേ, വ്യക്തിപരമായി പ്രൊട്ടക്ഷൻ, കുടുംബപരമായി എടുത്ത പ്രൊട്ടക്ഷൻ. കുടുംബപരമായി ആരും കുടുംബത്തിലേക്ക് വാതിൽ തുറന്നു കൊടുക്കല്ല. പിശാചിന് കയറി വരാൻ ഒരാൾ പോലും, അപ്പനാകട്ടെ, അമ്മയാകട്ടെ, മക്കളാകട്ടെ, ഗ്രാൻഡ് പേരൻസ് ആകട്ടെ, ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, ആരെങ്കിലും ഒരാൾ ഡോർ തുറന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിശാച് ഇവിടെ കയറി ഒളിച്ചിരിക്കും. അതിന് നമ്മൾ അനുവദിക്കല്ലേ. ഒന്ന്, നമ്മുടെ വ്യക്തിപരമായ ലൈഫ് പ്രൊട്ടക്റ്റഡ് ആകണം. രണ്ട്, നമ്മുടെ കുടുംബം. അടുത്തത് നമുക്ക് നാളെ ചിന്തിക്കാം. ബിസിനസ്, യാത്രകൾ, നമ്മുടെ എല്ലാ പൊസഷനും. ബിസിനസ് ചെയ്യാൻ പോകുമ്പം നമ്മുടെ കരങ്ങൾ ക്ലീൻ ആകട്ടെ. യാത്രകൾക്ക് പോകുമ്പോൾ നമ്മുടെ കരങ്ങൾ ക്ലീൻ ആകട്ടെ. കേട്ടോ, നമ്മൾ എവിടെ പോകുമ്പോഴും ദൈവസന്നിധിയിൽ നീതിയുള്ളവരായി ജീവിക്കാം. ഇന്ന് പകൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ ജീവിതം ദൈവസന്നിധിയിൽ പ്രൊട്ടക്റ്റഡ് ആണ്, ഇൻഡിവിജ്വലി പ്രൊട്ടക്റ്റഡ് ആകട്ടെ. ഇൻഡിവിജ്വലി ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കുക. ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞു, 3 തോട്ട്സിനെ കുറിച്ച് പറഞ്ഞു. ഡിവൈൻ,
ഡിമോണിക് കാർണൽ നേച്ചർ. കർത്താവിന് പ്രാർത്ഥിക്കാം. കർത്താവേ, നമ്മുടെ വ്യക്തി